എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1779 ദിവസത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേക പ്രോഗ്രാമാണ്. സുകുമാർ അഴീക്കോട് അനുസ്മരണം. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി വർഷം പ്രമാണിച്ച് നമ്മൾ ഒരു ഭാഗം 1 നേരത്തെ നടത്തിയിരുന്നു. കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും മികച്ച പ്രഭാഷകനാണ് ശ്രീകുമാർ മുഖത്തല സാർ. നമുക്കെല്ലാവരെയും ആകാശവാണിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. വളരെ ഹൃദ്യമായ രീതിയിൽ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം സാറിന്റെ ഒരു സംഭാഷണ ശൈലി. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഹോമിയോപ്പതി സ്നേഹികളുടെ ഒരു വേദിയിൽ ഇതിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വായന എല്ലാവരും വളർത്തും. അപ്പൊ നമ്മൾ ഡോക്ടർമാർ പലർക്കും വായിക്കാനുള്ള സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വായിക്കുന്ന ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സാഹിത്യപരമായ കാര്യങ്ങൾ. അപ്പം ആ ഒരു ലെവലിലേക്ക് എടുത്തുയർത്തേണ്ടതുണ്ട് ഹോമിയോപ്പതി തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ്. മാത്രമല്ല ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഈ പ്ലാറ്റ്ഫോമിനുണ്ട്, ഹോമിയോപ്പതിക്കുണ്ട്. മാത്രമല്ല നമ്മുടെ പല ഡോക്ടർമാരും പലപ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ കാഴ്ചക്കാരെ ഇരിക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്ന് മാറ്റണ്ടേ? ഇനിയെങ്കിലും മാറ്റി കുറെ കൂടെ ഉജ്ജ്വലമായ വ്യക്തിത്വങ്ങളാക്കി മാറ്റാൻ IFPH ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. നമ്മുടെ ആദരണീയനായ അതിഥി ശ്രീകുമാർ മുഖത്തല സാർ എത്തിയിട്ടുണ്ട്. സാർ, അങ്ങേക്ക് നമസ്കാരം. 1ാം ഭാഗം വളരെ ഗംഭീരമായിരുന്നു. 1ാം വട്ടം കണ്ടപ്പോൾ കിണ്ടാണ്ടല്ല, നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. അപ്പൊ 2ാം ഭാഗം നമുക്ക് തുടരാം. സാർ അങ്ങേക്ക് തുടങ്ങാം. അൺമ്യൂട്ട് ചെയ്യണേ സാറേ, അൺമ്യൂട്ട് ചെയ്യണേ. നമസ്കാരം. എന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം സാർ, കേൾക്കാം. സുകുമാർ അഴീക്കോടിനെ കുറിച്ചായിരുന്നു ഇതിനു മുമ്പൊരിക്കൽ സംസാരിച്ചത്. അതെ. ഇപ്പോ വീണ്ടും അന്ന് അദ്ദേഹത്തിന്റെ ആമുഖമായി അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സാമൂഹിക ജീവിതത്തെ കുറിച്ച്, അദ്ദേഹം പുലർത്തുന്ന ദൃഢമായിട്ടുള്ള ചില ബോധ്യങ്ങളെ കുറിച്ച്, അതൊന്നും കൂടാതെ അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ചെല്ലാം അന്ന് സംസാരിച്ചിരുന്നു. അപ്പോ ഡോക്ടർ പറഞ്ഞു കൂടുതൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്നെ എല്ലായ്പ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നം, നമ്മൾ ഈ പറയുമ്പോ നമ്മള് മനുഷ്യരോട് സംസാരിക്കലാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലം ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് എല്ലാ സമയത്തും എൻ്റെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി ഒരു കാര്യം എങ്ങനെ പറയാം എന്നുള്ളതാണ്. നമുക്ക് കാര്യങ്ങൾ നിറയെ അതിന്റെ കണ്ടന്റിനകത്തൊന്നും ഒട്ടും കുറവില്ലാത്ത നിരവധി കാര്യങ്ങൾ നമുക്ക് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. പക്ഷെ അത് പരമാവധി ആകർഷണീയമായില്ലെങ്കിൽ അത് നമ്മളുടെ തലയ്ക്ക് മുകളിലൂടെ പോകും. നമ്മൾ എത്രയോ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ചിട്ട് നമുക്ക് അതിലെ ഒരക്ഷരം പോലും അറിഞ്ഞുകൂടാത്ത എത്ര വിഷയങ്ങൾ ഉണ്ടാവാം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. ഞാൻ ധനതത്വശാസ്ത്രമാണ് പഠിച്ചത്, ഇക്കണോമിക്സ്. പക്ഷേ എനിക്ക് ഇക്കണോമിക്സിലെ പ്രധാനപ്പെട്ട മിക്ക കാര്യങ്ങളും എനിക്കറിയില്ല. എൻ്റെ ഒരു വലിയ പരാധീനതയാണ്. അതപ്പോ ഇതിനകത്തേക്ക് ഇപ്പൊ എന്നെ ഈ ബഡ്ജറ്റ് ഒക്കെ ആകുമ്പോൾ ആകാശവാണിയിൽ എന്നെ വിളിച്ചിട്ട് എന്നോട് അതിന്റെ സാങ്കേതിക സംഭവങ്ങളൊക്കെ എന്നോട് ചോദിക്കും. അപ്പോൾ എനിക്ക് ഒരു കാരണവശാലും എനിക്ക് അതിന്റെ അത്തരം കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആ ക്ലാസ്സുകളിൽ ഒരിക്കലും ശ്രദ്ധാപൂർവം ആ ക്ലാസ്സുകളിൽ അങ്ങനെ ഇരുന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ആ സമയത്ത് അവിടെ പ്രസന്റ് ആയിരുന്നു. അപ്പോൾ ആകർഷകമായ ഒരു കാര്യം നമ്മളോട് പറയാൻ ശ്രമിക്കുമ്പോൾ ആ ആകർഷകമായ കാര്യം എങ്ങനെ പറയണം എന്നുള്ള വലിയ പ്രതിസന്ധി എല്ലാ സമയത്തും എന്നെ അലട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാനിത് എങ്ങനെ നിങ്ങളോട് പറയും എന്നുള്ളതാണ്. കാരണം നിങ്ങളിൽ പലരും വളരെ സാഹിത്യ തൽപരരായിട്ടുള്ള ആളുകളും ചിലപ്പോ എന്നേക്കാൾ അധികം ഈ വിഷയം നന്നായിട്ട് അറിയുന്ന ആളുകളും ഒക്കെ ആയിരിക്കണം ഉറപ്പായിട്ടും. പക്ഷെ നിങ്ങൾ എന്നെ ഡോക്ടർ മനോജ് സാർ എന്നെ ഇതിനകത്തേക്ക് ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാനിത് ചിലത് പറയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണല്ലോ ക്ഷണിക്കുക. അപ്പൊ ഞാൻ എങ്ങനെ അത് പറയണമെന്ന് വളരെ 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 ആലോചിച്ചു. ഞാൻ അഴീക്കോട് മാഷിന്റെ കുറെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുള്ളതും ഞാൻ പിന്നെ പബ്ലിക് ലൈബ്രറി പോയിട്ട് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരികയൊക്കെ ചെയ്ത് ഞാൻ ഇതിന് കുറച്ച് അധ്വാനിച്ചു കേട്ടോ. ഇതിനകത്ത് കുറെ വായിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് പരിശോധിക്കാനും പഴയ ഓർമ്മകൾ പുതുക്കാനും ഒക്കെ കുറെ അധ്വാനിച്ചു. ഞാനൊരു
എന്റെ മുമ്പിൽ ഇപ്പോ ഒരു 8-10 പുസ്തകം, 10-11 പുസ്തകം അഴീക്കോടിൻ്റെതായിട്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഞാനപ്പോ വിചാരിച്ചത് ഈ ഈ വെല്ലുവിളി ഏറ്റവും അധികം നേരിട്ടിട്ടുള്ള ഒരാളായിരുന്നു സുകുമാർ അഴീക്കോട് എന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്ങനെ ജനങ്ങളോട് സംസാരിക്കണം എന്നത് ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൽ എത്തിച്ചേർന്നതായിരിക്കണം. അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് തന്നെ അദ്ദേഹം മികച്ച പ്രഭാഷണങ്ങൾ കേട്ട് വളർന്ന ഒരാളാണ്. വാഗ്ഭടാനന്ദന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണസ്വാമി എന്ന് പറയുന്ന വലിയ സാത്വികനായിട്ടുള്ള സന്യാസി വര്യനായിട്ടുള്ള പന്തിഭോജനത്തിനൊക്കെ ആ കാലത്ത് തന്നെ ശ്രമിച്ചിട്ടുള്ള, ഒരുപക്ഷെ സഹോദരൻ അയ്യപ്പനൊക്കെ അത് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ പ്രദേശത്ത് അത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ള വലിയ വിപ്ലവകാരിയായിട്ടുള്ള നമ്മളുടെ വാഗ്ഭടാനന്ദൻ ശിഷ്യനായിട്ടുള്ള MT കുമാരൻ മാസ്റ്റർ, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് വളരുന്നത്. അതോടൊപ്പം വായനയിൽ മാത്രം താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒട്ടും അങ്ങനെ കളിച്ചു നടക്കാനോ ഏതെങ്കിലും കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല, ശ്രദ്ധയുണ്ടായിരുന്നില്ല. അദ്ദേഹം മുഴുവൻ സമയം വായിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് ആ പ്രവേശിപ്പിച്ച പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് അത് പുറത്തേക്ക് പറയാൻ ആരംഭിക്കുന്ന തരത്തിൽ ഒരു ബാല്യത്തിൽ തന്നെയോ കൗമാരത്തിൽ തന്നെയോ സംസാരിക്കാനും ആരംഭിച്ച ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തെ സംസ്കൃതം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. സംസ്കൃതം പഠിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിൽ വൈമുഖ്യം പ്രകടിപ്പിച്ചു. കുറച്ചൊരു ശാഠ്യത്തോടു കൂടി തന്നെ അതിൽ ഇടപെട്ടു അദ്ദേഹം. പക്ഷെ അച്ഛന്റെ ഉഗ്രശാസനത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ എതിർപ്പുകളൊക്കെ ഇല്ലാതാവുകയും സംസ്കൃതം പഠിക്കുകയും ചെയ്തു. പിന്നീട് സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സംസ്കൃതം പഠിക്കാൻ ഇടയായില്ലെങ്കിൽ എന്റെ ജീവിതം എന്തായി പോയേനെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ സംസ്കൃതം പഠിക്കാൻ ഇടയായതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായതാണ്. BCom ആണ് പഠിച്ചത്, MAക്കാണ് മലയാളം പഠിച്ചത്. അപ്പോ അങ്ങനെ പഠിച്ചു വന്ന അദ്ദേഹത്തിന്റെ ഭാഷയിൽ, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ, അദ്ദേഹത്തിന്റെ എഴുത്തിലെല്ലാം ഈ സംസ്കൃതം പഠിച്ചതിന്റെ വലിയ ഒരു സംസ്കാരം കിടപ്പുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഒരു സാധാരണ മലയാളം പഠിച്ച ഒരാൾക്ക് അഴീക്കോടിനെ വായിക്കുക എന്നത്. അത്ര ലഘുവായിട്ടുള്ള ഒരു കാര്യമല്ല, കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കത് വായിച്ചു നോക്കിയിട്ടുള്ള ആളുകൾക്കറിയാം. സംസ്കൃത പദങ്ങളുടെ, സംസ്കൃത സമാസങ്ങളുടെ പുതിയ പദങ്ങളെ സൃഷ്ടിക്കുന്നതിന് ഒക്കെയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പിന്നെ അഴീക്കോടിൽ അദ്ദേഹത്തിൽ നിർലീനമായിട്ടുണ്ടായിരുന്ന, ഏറ്റവും ആദ്യം തന്നെ അദ്ദേഹത്തിൽ ലയിച്ചു ചേർന്നിരുന്ന പ്രധാനപ്പെട്ട ഗുണം അദ്ദേഹത്തിന് എതിർക്കുന്നതിന് ഭയമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എതിർക്കാൻ ഭയമുണ്ടായിരുന്നില്ല. തനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, തൻ്റെ ദർശനത്തിനോ തൻ്റെ ആശയങ്ങൾക്കോ താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്കോ വിരുദ്ധമായിട്ടുള്ള എല്ലാറ്റിനെയും അദ്ദേഹത്തിന് എതിർക്കാൻ സന്നദ്ധനായിരുന്നു അദ്ദേഹം. ആ എതിർപ്പാണ് അദ്ദേഹത്തെ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടെത്തിച്ചത്. അദ്ദേഹം എഴുതുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഡൽഹിയിൽ ജോലിക്ക് വേണ്ടി പോയിട്ട് തിരികെ വരുമ്പോൾ ഗാന്ധിയെ കണ്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം വേറൊരു തരത്തിലായി പോയേനാണ്. ഡൽഹിയിൽ ക്ലാർക്കായി തീരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അച്ഛൻ VP മേനോൻ ഒരു ശുപാർശ കത്തുമായിട്ട് ഡൽഹിയിൽ അയക്കുകയാണ്. നിങ്ങളൊക്കെ ഇത് വായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. VP മേനോൻ എന്ന് പറയുന്ന അന്നത്തെ നാട്ടുരാജ്യ സംയോജനം നടത്തിയ വാപ്പാല പങ്കുണ്ണി നായർ എന്ന് പറയുന്ന, അദ്ദേഹത്തിന് തന്നെ വളരെ വിദ്യാഭ്യാസം കുറവായിരുന്നു, പക്ഷെ സ്വപരിശ്രമത്താൽ ഉയർന്ന് ഗവൺമെന്റിന്റെ സെക്രട്ടറി ഒക്കെ ആയിട്ട് നാട്ടുരാജ്യ സംയോജനത്തിൽ സർദാർ പട്ടേലിന്റെ വലങ്കയായി പ്രവർത്തിച്ച ആളാണ്. VP മേനോന്റെ ഒരു ബന്ധുവിന്റെ ബന്ധു അദ്ദേഹത്തിന്റെ അച്ഛന്റെ പരിചയക്കാരനായിരുന്നു. അപ്പോൾ VP മേനോൻ ഒരു കത്തുകൂടി കൊടുത്തിട്ട് ഡൽഹിയിലേക്ക് അയക്കുകയാണ് ചെയ്തത് സുകുമാർ അഴീക്കോടിനെ. പോയി VP മേനോന്റെ കയ്യിൽ കത്ത് കൊടുത്താൽ മതി, നിനക്ക് അവിടെ എവിടെയെങ്കിലും ഒരു ജോലി തരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ചെന്ന് കാത്തു നിന്നിട്ടൊന്നും VP മേനോനെ കാണാൻ പറ്റിയില്ല. പക്ഷെ ആ പരിശ്രമം അവിടെ വെച്ച് അഴീക്കോട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അഴീക്കോട് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരുന്ന വഴി ഗാന്ധിജിയെ കണ്ടിട്ടാണ് വരുന്നത്. ഗാന്ധിജിയെ കണ്ടതിനെ കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വിവരണം നമ്മൾ വായിച്ചാൽ നമുക്ക് രോമഹർഷം ഉണ്ടാവും. ഗാന്ധിജിയോട് സ്നേഹം കൂടി ഉണ്ടെങ്കിൽ. നമ്മളുടെ ഈ സമകാലിക സമൂഹത്തിൽ ഗാന്ധി വിമർശനം എന്നത്
ഒരു സാധാരണ സംഭവമായിട്ടും ഫാഷനായിട്ടും നിലനിൽക്കുന്നത് കൊണ്ട് ഗാന്ധിയിൽ താല്പര്യമില്ലാത്ത ആളുകളും പലരും ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവരുണ്ടാകും. പക്ഷേ ഗാന്ധിജിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഗാന്ധിജിയെ സന്ദർശിക്കുന്ന ആ സന്ദർശനത്തെക്കുറിച്ചുള്ള വിവരണം വായിച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോമഹർഷം ഉണ്ടാവും. അത് അദ്ദേഹത്തെ മാറ്റിമറിച്ചു. അദ്ദേഹം രോഷാകുലനായ ഒരു ഗാന്ധിയനായിരുന്നു. അദ്ദേഹം ഗാന്ധിജിയെ കാണാൻ ചെല്ലുമ്പോൾ ഗാന്ധിജി മൗനവ്രതത്തിലായിരുന്നു. ഗാന്ധിജിയുടെ മൗനവ്രതം എന്നാൽ നമ്മളെപ്പോലെയുള്ള ഒരു മൗനവ്രതമായിരുന്നില്ല, കർക്കശമായ മൗനവ്രതമായിരുന്നു. ആളുകളെ കാണാൻ പോലും സന്നദ്ധനാവാത്ത വിധത്തിലുള്ള ഒരു മൗനവ്രതമായിരുന്നു. അപ്പൊ ആ മൗനവ്രതത്തിൽ ദൂരെ നിന്ന് ഗാന്ധിജിയെ കണ്ടതേ ഉള്ളൂ. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു, എനിക്ക് അതിലും അധികം ഗാന്ധിജിയോട് സംസാരിക്കണമെന്നോ ഗാന്ധിജിയോട് ആശയവിനിമയം നടത്തണമെന്നോ ഒന്നുമല്ല, കണ്ടാൽ മതിയായിരുന്നു. അപ്പൊ ആ ഗാന്ധിയൻ മൂല്യങ്ങൾ അദ്ദേഹത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളായി അദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ട് അത് ഗാന്ധിയനായിട്ട് അദ്ദേഹത്തെ നിൽക്കുമ്പോൾ ഗാന്ധിജി പറയാൻ ആഗ്രഹിച്ച ക്ഷമ, സഹിഷ്ണുത, അതൊക്കെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം രോഷാകുലനായ ഗാന്ധിയനായി മാറി. സാഹിത്യ വിമർശകനാവുകയാണ് ചെയ്തത്. സർഗാത്മക സാഹിത്യ രചനയിലേക്ക് തിരിയുകയല്ല ചെയ്തത്. പഠിച്ചിട്ട് ഇത്രയും വലിയ വായന ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു നോവൽ എഴുതാൻ പുറപ്പെട്ടില്ല. ആദ്യകാലത്ത് കവിതകൾ എന്തെങ്കിലും എഴുതിയിരുന്നോ എന്ന് എനിക്ക് ഉറപ്പില്ല. ചില കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടാവാം. ആ കാലത്ത് എല്ലാവരും കവിതകൾ എഴുതിയിരുന്നു. കുട്ടിക്കൃഷ്ണമാരാർ കവിത എഴുതിയതിനെ കുറിച്ച് പറയുമല്ലോ. കുട്ടിക്കൃഷ്ണമാരാർ കവിത എഴുതിയിട്ട് വള്ളത്തോളിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ വള്ളത്തോൾ അത് തിരുത്തിയിട്ട് കൊടുത്തിട്ട് ഇതിന് പ്രകരണശുദ്ധി ഉണ്ടാവണം എന്ന് കുട്ടിക്കൃഷ്ണമാരാരോട് പറഞ്ഞു. പ്രകരണശുദ്ധി എന്ന് പറയുന്ന വാക്ക് അതിനു മുമ്പ് മാരാർ കേട്ടിട്ടുണ്ടായിരുന്നില്ല, അതിന് ശേഷവും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അതിന്റെ പേരിൽ പിന്നെ ഉപയോഗിക്കുന്നതാണെന്ന് മാരാർ പറയും. അങ്ങനെ മികച്ച കവിതകൾ കണ്ടതുകൊണ്ടാണ് കവിത എഴുത്ത് നിർത്തിയത് എന്ന് മാരാർ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അഴീക്കോടും അദ്ദേഹത്തിന്റെ വിമർശന സാഹിത്യത്തിലേക്കാണ് അദ്ദേഹം നീങ്ങിയത്. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ഉള്ളിലൊരു പ്രഭാഷകൻ ഇങ്ങനെ ഈ പ്രലോഭനീയമായി ഒരു പ്രഭാഷകൻ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട്, അദ്ദേഹത്തിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവം കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതായതുകൊണ്ട് ഒരു വിമർശകനാവാനാണ് തയ്യാറായത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട കൃതികളൊക്കെ വിമർശനവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ ഗവേഷണം തന്നെ മലയാള സാഹിത്യ വിമർശനത്തിലായിരുന്നു. മലയാള സാഹിത്യ വിമർശം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഏത് കാലത്തും ആധികാരിക ഗ്രന്ഥമായി ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അത് സാഹിത്യ സംബന്ധിയായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ നിരൂപകരെ പറ്റി പറയുമ്പോൾ സംസ്കൃതത്തിൽ ആലങ്കാരികന്മാർ പറയും രണ്ടു തരം ആൾക്കാരുണ്ട്. നിരൂപകന്മാർ മാത്രമല്ല, എല്ലാ ആസ്വാദകരിലും ഉണ്ട്. എല്ലാ മനുഷ്യരിലും രണ്ടു തരം ആൾക്കാരുണ്ട്. ഒന്ന് അവരെ പറ്റി പറയുക സദൃണാഭ്യവഹാരികളാണെന്ന് പറയും. ഒന്ന് അരോചകികൾ എന്ന് പറയും. ഈ സദൃണാഭ്യവഹാരികൾ എന്ന് പറയുന്നത് അവരേത് പുല്ലും കഴിക്കും, അവർക്ക് വിവേചനമില്ല, അവരേത് പുല്ലും ആസ്വദിച്ച് കഴിക്കും. അരോചകികൾ അങ്ങനെയല്ല. അരോചകികൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ കഴിക്കൂ, അവരല്ലാത്തതിനെയൊക്കെ തിരസ്കരിക്കും. ആടൊരു അരോചകിയാണ്. ആട് എല്ലാം കടിച്ചിട്ട് അതിന് ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചിട്ട് ബാക്കി അത് ഒഴിവാക്കി കളയും എന്ന് പറയും. അപ്പോ സുകുമാർ അഴീക്കോട് ഒരു സദൃണാഭ്യവഹാരി ആയിരുന്നില്ല. അങ്ങനെ കാണുന്ന എല്ലാ പുല്ലും കഴിക്കുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം ഒരു അരോചകിയായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതിനെ ഇഷ്ടമില്ല എന്ന് പറയാൻ തയ്യാറുള്ള ഒരാളായിരുന്നു. നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെയുള്ള സാഹിത്യ വിമർശനത്തിൽ രണ്ടു തരം വിമർശനങ്ങൾ അന്നേ ഉണ്ട്. ഒന്ന് ഖണ്ഡന വിമർശനവും ഒന്ന് മണ്ഡന വിമർശനവും. ഖണ്ഡന വിമർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളെ, അതിൽ കാണുന്ന കാവ്യദോഷങ്ങളെ, അതല്ലെങ്കിൽ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ആശയങ്ങളെ, അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള നമ്മളുടെ വിലയിരുത്തലിനെയൊക്കെ ഖണ്ഡിക്കുക എന്നതാണ്. നമുക്കതിനെ നിഷേധിക്കുക, അത് കാര്യകാരണ സഹിതം അത് അങ്ങനെ അല്ല എന്ന് പറയലാണ് ഖണ്ഡന വിമർശനം. മണ്ഡന വിമർശനം എന്ന് പറഞ്ഞാൽ പ്രശംസിക്കലാണ്. നമ്മൾ അതിനെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോ അത് ഈ ഖണ്ഡന വിമർശനത്തിലേക്കാണ് സുകുമാർ അഴീക്കോട് തിരിഞ്ഞത്. മണ്ഡന വിമർശനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ മണ്ഡന വിമർശനങ്ങൾ. ഇപ്പൊ മണ്ഡന വിമർശനം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ എല്ലാരെ കുറിച്ചും നല്ലത് മാത്രമേ പറയൂ. ചീത്ത പറഞ്ഞാൽ അവരുടെ ഗുണ്ടകളെ ഫേസ്ബുക്കിലോ മറ്റേ സോഷ്യൽ മീഡിയയിലോ അയച്ച് നമ്മൾ മനുഷ്യർ കേൾക്കാൻ കൊള്ളാത്ത തെറിയൊക്കെ വിളിച്ച് നമ്മളെ നിസ്തേജരാക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ എവിടെയും ഏതെങ്കിലും ഒരു പുസ്തകത്തെ കുറിച്ച് ഒരു ഖണ്ഡന വിമർശനം വരുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ. ഈ പുസ്തകത്തിൽ എനിക്ക് യോജിക്കാൻ വയ്യാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഈ പുസ്തകം ഇങ്ങനെയല്ല എഴുതേണ്ടിയിരുന്നത്. സിനിമയെ കുറിച്ച് വരുന്നുണ്ട്. സിനിമയെ കുറിച്ച് ഖണ്ഡനം മാത്രം പറയുന്ന, ഏത് സിനിമ ഇറങ്ങിയാലും അതിനെ ഖണ്ഡിക്കുന്ന അശ്വന്ത് കോക്കക് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആളുകൾ സിനിമയെ
എന്താണ് പറയേണ്ടത്, ഡീവാല്യൂ ചെയ്യുന്ന അങ്ങനെ ഒരു കൂട്ടർ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ എഴുത്തിൽ എന്തുകൊണ്ടോ ഖണ്ഡന വിമർശനത്തിന്റെ സാധ്യത കുറഞ്ഞു. പക്ഷെ പണ്ട് കാലത്ത് ധാരാളം ഖണ്ഡന വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സുകുമാർ അഴീക്കോട് കണ്ടു വളരുന്നത് അത്തരം ഖണ്ഡന വിമർശനത്തിന്റെ ആരോഗ്യകരവും അനാരോഗ്യകരവുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാ വളരുന്നത്. ഇപ്പൊ നമ്മളുടെ മലയാളത്തിലെ രണ്ട് പ്രമുഖ കവികൾ, രണ്ട് മഹാകവികൾ തമ്മിൽ അവരുടെ രണ്ടുപേരുടെയും കൃതികളെ പരസ്പരം ഖണ്ഡിച്ചുകൊണ്ട് വളരെ നിശിതമായിട്ടുള്ള, ചിലപ്പോൾ നമുക്കിപ്പോ നമ്മളുടെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുന്നത് പോലെ അങ്ങേയറ്റം വ്യക്തിനിഷ്ഠമാവുന്ന വിധത്തിൽ വരെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോ ഉള്ളൂരിന്റെ ഉമാകേരളത്തെ കുറിച്ച് ആശാൻ എഴുതിയിട്ടുണ്ട്. ചിത്രയോഗത്തെ കുറിച്ച്, വള്ളത്തോളിന്റെ ചിത്രയോഗത്തെ ചിത്രവധം ചെയ്തുകൊണ്ട് ആശാന്റെ നിരൂപണമുണ്ട് കേട്ടോ. അതിൽ കമ്പോട് കമ്പ് അനൗചിത്യമാണ്, കമ്പോട് കമ്പ് അലങ്കാര വിലക്ഷണമായ അലങ്കാരങ്ങളാണ്, പദപ്രയോഗങ്ങളാണ്, ഒരു കാരണവശാലും വായിക്കാൻ കൊള്ളരുതാത്തൊരു പുസ്തകമാണ് എന്ന് പറഞ്ഞിട്ട് ആശാന്റെ ഖണ്ഡന വിമർശനമുണ്ട്. ആശാന്റെ ലീല ഭർതൃഘാതിനിയാണ് എന്ന് പറഞ്ഞിട്ട്, ആശാന്റെ ലീല ഭർത്താവിനെ കൊന്നവളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കുട്ടിക്കൃഷ്ണമാരാരുടെ വിമർശനമുണ്ട്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സുകുമാർ അഴീക്കോടിന്റെ പ്രവേശം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ സുസ്ഥിതിതൻ മറുപുറം തപ്പും മർത്യഭാവന എന്ന് പറയുന്നത്, നമ്മൾ ഈ സുസ്ഥിതിയുടെ മറുപുറത്ത് എന്താണ്, നമ്മൾ ഈ പുറമേ കാണുന്ന, നമ്മൾ ഒരുക്കി നിർത്തിയിരിക്കുന്ന നമ്മളുടെ ഈ ചട്ടക്കൂടിന്റെ അപ്പുറം എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടായി. അതാണല്ലോ ശരിയായ സത്യാന്വേഷണം എന്ന് പറയുന്നത്. നമ്മൾ ഈ കെട്ടുകാഴ്ചകൾ കണ്ടിട്ട് കൈയടിക്കുകയും അത് എത്ര നന്നായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ ആഘോഷം ഒടുവിൽ മുദ്രാവാക്യം വിളിക്കുന്ന ആളായി നടക്കുകയും ചെയ്യല്ലോ. പകരം ഈ പറയുന്നതിലൊരു കാര്യമുണ്ടോ, ഈ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ അർത്ഥമുണ്ടോ, ഈ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ പുരോഗതിക്ക് അനുഗുണമായിട്ടുള്ളത് എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്ന തരത്തിലുള്ള ഒരു ചിന്താ പദ്ധതി സുകുമാർ അഴീക്കോടിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് അദ്ദേഹം എല്ലാ സമയത്തും അദ്ദേഹം പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ളത് പോലെ, അദ്ദേഹത്തിൽ അടിസ്ഥാനപരമായി അദ്ദേഹം സ്വീകരിച്ച മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അദ്ദേഹം സത്യം, ധർമ്മം, അഹിംസ എന്നൊക്കെ പറയുന്ന ഗാന്ധിയൻ മൂല്യബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, വാഗ്ഭടാനന്ദനെ പോലെ ഉള്ളവർ വേദാന്തത്തെ എങ്ങനെയാണ് സാർവലൗകികമാക്കി മാറ്റാൻ ശ്രമിച്ചത്, വാഗ്ഭടാനന്ദൻ, ശ്രീനാരായണ ഗുരുദേവൻ, ഈ അങ്ങനെ പിന്നാലെ വന്നിട്ടുള്ള അനേകം സത്യവ്രതൻ, ബ്രഹ്മവ്രതൻ തുടങ്ങിയിട്ടുള്ള സന്യാസി വര്യന്മാർ, അതുകൂടാതെ ആ കാലത്ത് സാമൂഹിക പരിഷ്കരണത്തിനായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം ഏത് വിധത്തിലാണ് നമ്മളുടെ ഭാരതീയ വേദാന്തത്തെയും അതുമായി അനുബന്ധമായിട്ടുള്ള ഉപനിഷത്തുക്കളെയും എങ്ങനെയാണ് സാർവലൗകികമായ സമത്വത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നതായിരുന്നു സുകുമാർ അഴീക്കോടിന്റെ പ്രധാനപ്പെട്ട എല്ലാ കാലത്തെയും ചിന്താമേഖലയും പഠന മേഖലയും. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൊക്കെ, അദ്ദേഹത്തിന്റെ എഴുത്തിലും പ്രഭാഷണത്തിലും അദ്ദേഹം എല്ലായ്പ്പോഴും ആധാരമാക്കി സ്വീകരിച്ചത് ഇത്തരം മൂല്യങ്ങളെയാണ്. അതുകൊണ്ടാണ് ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ, ജി ശങ്കരക്കുറുപ്പിന്റെ കവിത ഏതോ ഒരു തരത്തിൽ മറ്റ് കവിതകളുമായിട്ട് ആധമർമ്മ്യമുണ്ട് എന്ന് കാണുമ്പോൾ, അതിൽ നിന്ന് സ്വീകരിച്ചതാണ് അതിലെ ആശയങ്ങൾ എന്ന് കാണുമ്പോൾ, അതിൽ നിന്ന് സ്വീകരിച്ചതാണ് ബിംബങ്ങൾ എന്ന് കാണുമ്പോൾ, അതിൽ നിന്ന് സ്വീകരിച്ചതാണ് അതിൻ്റെ ബാഹ്യവും ആന്തരവുമായിട്ടുള്ള സത്ത എന്ന് കാണുമ്പോൾ, അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് അതുകൊണ്ടാണ്. ആളുകൾ പറയാ ജി ശങ്കരക്കുറുപ്പുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ ശത്രുത ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്തോ ചില ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ് ശുപാർശക്കത്ത് കൊടുത്തില്ല, അതുകൊണ്ടാണ് എഴുതിയതെന്നൊക്കെ അദ്ദേഹം പറയും. പക്ഷെ ആ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരനിഷ്ടം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അത്ര ഗംഭീരമായിട്ടാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിലെ ഒരു ഭാഗം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഒരു ചെറിയ പാരഗ്രാഫ്, ഒരു ദീർഘമായ പാരഗ്രാഫ് എന്നുള്ള ഒരു ചെറിയ പാരഗ്രാഫ്. അപ്പോ അതിൽ അദ്ദേഹം പറയുന്നു, അതിനാൽ വിമർശിക്കപ്പെടാവുന്ന ഒരു പാകത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് ശങ്കരക്കുറുപ്പിന്റെ കവിത. എന്നാൽ ഈ മണ്ണിൽ വിളയുന്ന ഒന്നല്ല വിമർശനം എന്ന് തോന്നിപ്പോകുന്നു. ഒരു കവി വിമർശിക്കപ്പെടുന്നു എന്നത് ഇവിടെ പ്രക്ഷോഭജനകമായ ഒരു വാർത്തയാണ്. സ്തുതിയാണെങ്കിൽ എന്തുമാവാം. ഇവിടെ കവിപൂജയ്ക്കാണ് ആൾ കൂടുന്നത്, കാവ്യ പഠനത്തിനല്ല. പൂജയാണ് ലക്ഷ്യമെങ്കിൽ പോലും വിമർശനത്തിൽ കവിഞ്ഞൊരു സബര്യ കവിക്ക് കിട്ടാനുണ്ടോ? വാസ്തവം ചിന്തിച്ചാൽ കവിപൂജ എന്നൊന്നില്ല, കാവ്യപൂജ അല്ലാതെ. കാവ്യപൂജയുമില്ല,
കാവ്യപഠനവും കാവ്യാസ്വാദനവും അല്ലാതെ. മുമ്പ് പറഞ്ഞവ മൂത്തു പോയ ചില വിഭ്രാന്തികൾ മാത്രം. പക്ഷേ പൂജകരുടെ പോക്ക് ഈ തത്വം മനസ്സിലാക്കാനുള്ള മട്ടിലാണെന്ന് പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ടാണ് അതിലേക്ക് പോകുന്നത്. അദ്ദേഹം കവിപൂജയാണ് വേണ്ടത്, കവിപൂജയല്ല വേണ്ടത്, കാവ്യപൂജയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം തൊട്ട് പിന്നാലെ പറയുന്നു കാവ്യപൂജയുമല്ല വേണ്ടത്, കാവ്യ വിമർശനമാണ് വേണ്ടത്. അതാണ് കവിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിമർശന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ് നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാനത് സൂചിപ്പിച്ചിരുന്നു. അപ്പോ കാവ്യപൂജയ്ക്കും കവിപൂജയ്ക്കും അപ്പുറത്ത് കവിയെ വിമർശിക്കുക, കവിതയെ വിമർശിക്കുക, ആ വിമർശനത്തിലൂടെ പുതിയ ഒരു പ്രകാശം ഉണ്ടാക്കുക. അത് കവി അത് സമ്മാനമായി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠരായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു കവിയെ നിങ്ങൾ എവിടെയെങ്കിലും വളരെ പോപ്പുലറായ ഒരു സ്ഥലത്തൊന്ന് വിമർശിച്ചു നോക്കൂ. ഈ സംസ്കാരം നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾക്കപ്പോ കാണാം. കവികളൊക്കെ എത്ര അസഹിഷ്ണുക്കളാണ് എന്ന് നമുക്ക് കാണാം. ഞാനിതൊക്കെ കുറെ കാലമായിട്ട് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും സാഹിത്യ ജീവിതത്തിലും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രശംസ പ്രതീക്ഷിച്ചാണ് നമ്മളോട് എൻ്റെ കവിത വായിച്ചോ എന്ന് ചോദിക്കുന്നത് തന്നെ പ്രശംസ പ്രതീക്ഷിച്ചാണ്. ഒരു കവിയുടെ വളരെ പ്രഖ്യാതമായിട്ടുള്ള ഒരു കൃതിയെക്കുറിച്ച് ഒരു പഠനം അവതരിപ്പിക്കാൻ അങ്കമാലിയിൽ ക്ഷണിക്കപ്പെട്ട ഒരു സദസ്സിന് മുമ്പിൽ എന്നെ ക്ഷണിച്ചിരുന്നു. ഞാനപ്പോ ആ പുസ്തകത്തെക്കുറിച്ച് പ്രശംസിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ അതിലെ വിമർശനാത്മകമായ ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് വളരെ വലിയ ഒരു കവിയായിട്ടുള്ള അദ്ദേഹം എന്നോട് ദീർഘകാലം വേണ്ട വിധത്തിൽ കണ്ടാൽ സംസാരിക്കാതെയും വഴിയിൽ വെച്ച് കണ്ടാൽ തിരിഞ്ഞു നോക്കാതെയും ഇരുന്നു. ആ സ്നേഹം, വ്യക്തിപരമായ സ്നേഹം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ആ സ്നേഹം സമ്പാദിച്ചെടുക്കാൻ പിന്നെ എനിക്ക് കവിതയില്ലാത്ത ഒരുപാട് കവിതകളെ എനിക്ക് പ്രശംസിക്കേണ്ടി വന്നു. അപ്പോൾ സുകുമാർ അഴീക്കോട് നിൽക്കുന്നത് എവിടെ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. രമണനും മലയാള കവിതയും എന്ന നിരൂപണ ഗ്രന്ഥം എഴുതുമ്പോൾ മലയാളത്തിൽ അദ്ദേഹം ഈ കാൽപ്പനിക പ്രസ്ഥാനത്തിന്റെ അപജയം വേണമെന്ന് ആഗ്രഹിക്കുകയും അത് ആ അപജയം ഉണ്ടാവണം എന്ന് പറയുകയും ചെയ്ത ഒരാളാണ്. കാൽപ്പനിക പ്രസ്ഥാനം എന്ന ആ പ്രസ്ഥാനം അതിന് ജീർണിക്കാവുന്നിടത്തോളം ജീർണിച്ചു. അപ്പൊ അത് ജീർണിച്ച സ്ഥിതിക്ക് അതിന്റെ ആ ജീർണതയിൽ നിന്ന് അത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്ത ആളാണ് അഴീക്കോട്. അത് പറയുന്നതിന് മടി കാണിച്ചില്ല. തൊട്ട് മുൻപേ പോയ കവികൾ, ഇപ്പൊ കുമാരനാശാൻ മുതൽ ഇങ്ങോട്ട് വരുന്ന ചങ്ങമ്പുഴയിൽ എത്തുന്ന കവികളിൽ ഈ കാൽപ്പനികത എന്ന ഗുണം അവരിൽ അത് ഗുണമായി നിൽക്കുകയും അത് ദോഷമായി പരിവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ മടി കാണിച്ചിട്ടില്ല. സാഹിത്യ വിമർശത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ അദ്ദേഹം സാഹിത്യ വിമർശത്തിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള അംശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം കുട്ടിക്കൃഷ്ണമാരാരെ കുറിച്ച് പറയുന്ന ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് ശകലം വായിച്ച് കേൾപ്പിക്കാം. അതിനകത്ത് അദ്ദേഹം മാരാര് കടുത്ത വിമർശകനായിരുന്നു, ആരുടെയും മുഖത്തു നോക്കാതെ വിമർശിക്കുന്ന ആളായിരുന്നു. അപ്പോ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, എത്രയോ മുമ്പ് കുട്ടിക്കൃഷ്ണമാരാർ എന്നോട് വളരെ അടുത്തിരുന്നു. ആദ്യമൊക്കെ കത്തുകൾ തുടങ്ങിയിരുന്നത് ശ്രീമൻ എന്ന സംബോധനയിലാണ്. പിന്നെ പ്രിയ സുഹൃത്തെ എന്നും പ്രിയപ്പെട്ട സുകുമാരൻ എന്നുമായി മാറി. മാരാർ എന്നോട് കാണിച്ച ഈ വിളിമാറ്റത്തിന് പിന്നിൽ ധാരാളം അർത്ഥം കാണും. കത്തിനൊടുവിൽ എപ്പോഴും സ്വന്തം എന്ന് എഴുതി പോന്നു. ഇതിനിടയിൽ എൻ്റെ വല്ല ലേഖനത്തിലും ഇങ്ങേർക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായം കണ്ടാൽ ഉടനെ വിസംവാദം വിവരിച്ചുകൊണ്ടുള്ള കത്തും വരും. ഞാൻ എന്തെഴുതിയാലും വായിച്ചു വരികയാണെന്ന് പോലും മാരാർ തുറന്നെഴുതിയിട്ടുണ്ട്. ആ മനസ്സിന്റെ വലിപ്പം നാം ഊഹിക്കുന്നതിലും അപ്പുറത്ത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ വിമർശനങ്ങളെ, കുട്ടിക്കൃഷ്ണമാരാർക്ക് വളരെ പ്രിയപ്പെട്ട രണ്ട് വാദങ്ങളെ ഞാൻ നിശിതമായി എതിർത്തിരുന്നു. ആശാന്റെ ലീല ഭർതൃഘാതിനിയാണെന്നും ബലമില്ലെന്ന് വന്നാൽ അധർമ്മം ചെയ്യാമെന്നുമുള്ള രണ്ട് അഭിപ്രായങ്ങളെ ഞാൻ കണക്കിന് വിമർശിച്ചു. മാരാർക്ക് എതിർപ്പ് ഇഷ്ടമാണെന്ന് എനിക്ക് ഈ സന്ദർഭത്തിലാണ് പിടികിട്ടിയത്. ഇങ്ങനെ വിമർശനം എന്നത് വളരെ ഒരു സർഗാത്മക പ്രക്രിയയാണ് എന്ന് അഴീക്കോട് വിശ്വസിച്ചു. അപ്പൊ രമണനും മലയാള കവിതയും എന്ന പുസ്തകം, ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന പുസ്തകം, ആശാന്റെ സീതാകാവ്യം എന്ന പുസ്തകം ഇന്നുവരെ മലയാളത്തിൽ ആശാന്റെ സീതാകാവ്യത്തെ കുറിച്ച് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും മികച്ച പഠനങ്ങളിൽ ഒന്നാണ്.
കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴോ തൊട്ടു പിന്നാലെയോ മറ്റുമാണ് അത് എഴുതുന്നത്. നമ്മൾ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ് കേരളത്തിൽ കുറച്ചൊരു കോളിളക്കം ഉണ്ടായിരുന്നല്ലോ. അപ്പോ അത് ചിന്താവിഷ്ടയായ സീതയുടെ 100-ാം വർഷവും കൂടെ വന്നപ്പോൾ നവോത്ഥാനത്തെയും അതിനെയും കൂടെ ഒരുമിച്ചാക്കിയിട്ട് കേരളത്തിൽ ഒട്ടാകെ പ്രസംഗിക്കാൻ പറ്റുന്നവരെല്ലാം പ്രസംഗിക്കുകയും എഴുതാൻ പറ്റുന്നവരെല്ലാം എഴുത്തു പഠിച്ചവരെല്ലാം എഴുതുകയും ചെയ്ത ഒരു കാലമായിരുന്നു അത്. നിങ്ങൾ അതിലെ ആ എഴുത്തും പ്രസംഗങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കണം. സുകുമാർ അഴീക്കോടിന്റെ പഠനത്തിന്റെ 7 അയലത്ത് വരുന്നത് വളരെ കുറവായിരുന്നു. ചിലതൊക്കെ അതിഗംഭീരമായിരുന്നു. ഉദാഹരണത്തിന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് നടത്തിയ ആ പ്രഭാഷണം, ആശാന്റെ കവിതകളെ കുറിച്ച് നടത്തിയ, ചിന്താവിഷ്ടയായ സീതയെക്കുറിച്ച്, പ്രരോദനത്തെക്കുറിച്ചൊക്കെ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ എണ്ണം പറഞ്ഞ പ്രഭാഷണങ്ങളാണ്. പക്ഷെ ബഹുഭൂരിപക്ഷം പേരും അതിന്റെ കാടും പടർപ്പും തല്ലുകയും അതിനകത്ത് രാമവിമർശനം ഉള്ളത് കൊണ്ട് ഇതൊരു തക്കമാണ് എന്ന് കരുതി ശ്രീരാമനെ 4 ചീത്ത പറയാൻ ആ സമയം ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അത് അവസാനിച്ചത്. പക്ഷെ സുകുമാർ അഴീക്കോട് എന്ന വിമർശകൻ ഒരിക്കൽ പോലും ആ തരത്തിലല്ല അതിനെ സമീപിച്ചത്. രാമായണത്തെ സമീപിച്ചത്, രാമായണത്തിലെ കഥാസന്ദർഭങ്ങളെ സമീപിച്ചത്, വാൽമീകിയെ സമീപിച്ചത്, എഴുത്തച്ഛനെ സമീപിച്ചതൊന്നും അങ്ങനെ ആയിരുന്നില്ല. പ്രധാനപ്പെട്ട കൃതികൾ വളരെ കുറവാണ്. അങ്ങനെ നോക്കിയാൽ അഴീക്കോടിന്റെ മൊത്തം ജീവിതത്തിലെ സർഗാത്മക ജീവിതം പരിശോധിച്ചാൽ കൃതികൾ കുറവാണ്. അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ പുസ്തക രൂപത്തിൽ സംഗ്രഹിച്ചിട്ട് ഭാരതീയത എന്ന പേരിലും പിന്നെ മതേതരത്വത്തിന്റെ മതാതീത സംസ്കാരം എന്ന പേരിലുമൊക്കെ ധാരാളം പുസ്തകങ്ങൾ, അഴീക്കോടിന്റെ ഫലിതങ്ങൾ എന്ന് പറഞ്ഞിട്ട് അഴീക്കോടിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് ഫലിതങ്ങൾ ചേർത്തിട്ടുള്ള പുസ്തകങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ധാരാളം പുസ്തകങ്ങൾ ഇങ്ങനെ വരികയാണ് ചെയ്തത്. അപ്പോ ആ പുസ്തകങ്ങളെല്ലാം അതെല്ലാം പുസ്തകങ്ങളായത് പിന്നീടാണ്. പക്ഷെ അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ വേണ്ട വിധത്തിൽ യൂട്യൂബിലൊന്നും കിട്ടാനില്ല. ഞാൻ ഈ പ്രസംഗിക്കാനും പറയാനും ക്ലാസ് എടുക്കാനും ഒക്കെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കുട്ടികളോട് നിങ്ങൾ മിനിമം അതൊന്ന് കേൾക്കണം എന്ന് പറയും. കാരണം എന്തൊരു ഗംഭീരമായിട്ടുള്ള, ഞാൻ പറയുന്ന അതിലെ പ്രസംഗത്തിന്റെ സൗന്ദര്യം മാത്രമല്ല, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ, അദ്ദേഹം ആ പദങ്ങൾ ഉപയോഗിക്കുന്ന രീതിയുടെയൊക്കെ സവിശേഷത മനസ്സിലാവണമെങ്കിൽ അത് നമ്മൾ കേൾക്കുക തന്നെ വേണം. അതങ്ങനെ കേൾക്കണം. അഴീക്കോടിന്റെ മാഗ്നം ഓപ്പസ് എന്ന് പറയാവുന്ന പുസ്തകം നമ്മളുടെ തത്വമസിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപനിഷത്തുക്കളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അസാമാന്യമായ പ്രതിപത്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിന്റെ എത്രയോ കാലം അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് പ്രവർത്തിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് തത്വമസി എന്ന പഠനം പുറത്തു വരുന്നത്. അദ്ദേഹം അതിനെ പഠനം എന്നാണ് അദ്ദേഹം അതിനെ വിളിച്ചത്. ഉപനിഷത്തുക്കളെ സംബന്ധിച്ചിട്ട് അദ്ദേഹം, ഞാനത് കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞു, അവധു വക്താരം എന്ന് പറയുന്നതിന്റെ ആമുഖം മാത്രം വായിച്ചാൽ പോലും അതിഗംഭീരമാണ് എന്ന് ഞാൻ പറഞ്ഞു. പറയുന്ന ആളെ രക്ഷിക്കട്ടെ എന്നാണ്. അപ്പൊ അതുകൂടാതെ പിന്നീട് അങ്ങോട്ട് ഉപനിഷത്തുക്കളെ കുറിച്ച് ആ പുസ്തകത്തിനൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അഴീക്കോടിന്റെ പോരായ്മ ഞാൻ കണ്ടുപിടിച്ചു എന്നല്ല പറയുന്നത്, ഞാൻ അതിന്റെ ഒരു സാധാരണ വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ പലതിനും അടിക്കുറിപ്പുകളില്ല. ഇപ്പൊ ഇത് എവിടെ നിന്നാണ്? അഴീക്കോടിനെ സംബന്ധിച്ച ആ ഉദ്ധരണികളെല്ലാം അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞതുപോലെയായിരുന്നു ഉപനിഷത്ത് വാക്യങ്ങൾ ഇരിക്കുന്നത്. തത്വമസി അങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിൽ അനവധി ഉദ്ധരണികൾ, അതിനകത്ത് ഒരുപാട് സൂചകങ്ങളൊക്കെ വരുന്ന സ്ഥലത്ത് വളരെ കുറച്ച് അടിക്കുറിപ്പുകൾ മാത്രമേ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. ഓരോ അധ്യായത്തിന്റെ അവസാനം അദ്ദേഹം അതിന്റെ കുറച്ച് കുറിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ പോലെ ഞാൻ പറയുന്നത് എന്നെ പോലെയുള്ള വായനക്കാർക്ക് അത് പോരാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും തത്വമസിക്ക് ഒരു വ്യാഖ്യാനം നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിഗംഭീരമാണ് അദ്ദേഹത്തിന്റെ ആ പഠനം, ഉപനിഷത്തുക്കളെ കുറിച്ചുള്ള പഠനം. വായിച്ചിട്ടില്ലാത്ത ആളുകൾ അത് വായിക്കണം. ഇപ്പോ നമ്മളുടെ ഏറ്റവും പുതിയ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഉപനിഷത്തുക്കളും വേദങ്ങളും എല്ലാം നിഷേധിക്കണമെന്ന് പറയുന്നത് അതിന് ജാതി മേൽക്കോയ്മയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വളരെ രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളെ വളരെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളണമെന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അതിന്റെ ഒരു മറുവശമായി നിങ്ങൾ ഇതിനെ നിഷേധിക്കണം, നിങ്ങൾ ഇതിനെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇതിനകത്തൊക്കെ അടങ്ങിയിട്ടുള്ള ജാതി മേൽക്കോയ്മ ഉണ്ടെങ്കിൽ ആ ജാതി മേൽക്കോയ്മയുടെ അംശങ്ങൾ ഒഴിച്ചാൽ ഇത് ഒരു കാലത്തെ മനുഷ്യന്റെ അഗാധമായ ആന്തരധ്യാനത്തിന്റെ പ്രതിഫലനാണ് അതിലുള്ളത്. അത്രയും വലിയ അഗാധ ജ്ഞാനത്തിന്റെ പ്രതിഫലനാണ്. അതിനെ നമ്മൾ അതിനെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട്, ഇതിനെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളത് പോയാൽ നളന്തയും തക്ഷശിലയും സർവകലാശാലകൾ ആക്രമിച്ചു പിടിച്ചിട്ട് അവിടുത്തെ താളിയോലകൾ പട്ടാളക്കാർക്ക് ഇറച്ചി വേവിക്കാൻ കൊടുത്ത ആളുടെ നിലവാരത്തിലേക്ക് നമ്മൾ താണുപോകും. ഈ വൈജ്ഞാനിക നിധിയെ സംരക്ഷിച്ചു നിർത്തേണ്ടതുണ്ട്. നമ്മൾ ഈ സുകുമാർ അഴീക്കോടിന്റെ നമ്മളുടെ ഈ
തത്വമസി എന്ന ഗ്രന്ഥം വായിച്ചാൽ, അതിലെ ഉപനിഷത്ത് വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ നമുക്ക് ഭാരതീയനായതിൽ അഭിമാനം തോന്നും. ഞാൻ പറയുന്ന ഒരു ദേശീയതയുടെ അഭിമാനമല്ല. നമ്മൾ ഭാരതീയനാവുക എന്നാൽ അതൊരു ദേശീയതയുടെ അഭിമാനമല്ല. ഈ മഹാധൈഷണിക പാരമ്പര്യത്തിന്റെ തേജസ് അറിഞ്ഞും അറിയാതെയും നമ്മളുടെ ഉള്ളിലും പ്രകാശിക്കുന്നല്ലോ എന്നതിന്റെ ഒരു അഭിമാനം നമുക്കുണ്ടാകും. എനിക്ക് അഴീക്കോടിന്റെ ഭാഷ വായിക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക രോമാഞ്ചം ഉണ്ട് കേട്ടോ. ഞാനത് വെറുതെ പറയുന്നില്ല. ഈ രോമാഞ്ചം ഇന്നിപ്പോ 2 തവണ പറഞ്ഞു എന്ന് തോന്നി ഞാൻ. അപ്പോ അത് അങ്ങനെ ഒരു രോമാഞ്ചം ഉണ്ടാവും. അത് ആ ഭാഷ വാക്കുകളെ തമ്മിൽ ഘടിപ്പിക്കുന്ന രീതിയുടെ. അദ്ദേഹം ഒരു കവിയായി തീർന്നില്ല, പക്ഷേ ഒരു കവിക്ക് കഴിയുന്നതിലും അധികം സൂക്ഷ്മതയോടെ പദങ്ങളെ ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ, അതും സംസ്കൃതത്തിലെ പല പദങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ സമസ്ത പദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം വമ്പിച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. എഴുത്തച്ഛനെ കുറിച്ചും കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുമുള്ള അതുപോലെയുള്ള പ്രധാനപ്പെട്ട കവികളെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളും ഒക്കെ നമുക്ക് വായിക്കേണ്ടതാണ് കേട്ടോ. അതൊക്കെ ഈ ചെറിയ സമയത്തിനുള്ളിൽ പറയാൻ പര്യാപ്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗുരുവിന്റെ ദുഃഖം എന്ന ഒരു പുസ്തകത്തെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കാമെന്ന് വിചാരിക്കുന്നു. ഗുരുവിന്റെ ദുഃഖം എന്ന് പറയുന്ന പുസ്തകമാണ്. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് വളരെയധികം ഖിന്നനായിരുന്നു എന്നതാണ് അതിന്റെ സാരം. അത് വളരെയധികം ഗൗരവത്തിൽ അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതിന്റെ ഘടനയിൽ, അതിലെ പരസ്പരമുള്ള പ്രശ്നങ്ങളിലൊക്കെ അതിന്റെ പ്രശ്നങ്ങളിൽ അതിന് ചില ജീർണതകൾ അത് പ്രദർശിപ്പിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് അതിൽ ആ പുസ്തകത്തിൽ പറയുന്നത്. ഗുരുദേവൻ സിലോണിലേക്ക് പുറപ്പെട്ടു പോയിട്ട് സിലോണിൽ ചെന്നിട്ട് തിരിച്ചു വരാൻ താല്പര്യമില്ലാതെ നാം ഇനി തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് സിലോണിൽ താമസിക്കാൻ ഒരുമ്പെട്ടു എന്നൊക്കെ ആ പുസ്തകത്തിൽ പറയും. അങ്ങനെയുള്ള വലിയ വെളിപ്പെടുത്തലുകളൊക്കെ അടങ്ങിയ, നിരീക്ഷണങ്ങളൊക്കെ അടങ്ങിയ പുസ്തകമാണ്. അപ്പോൾ ഞാനിത് ഉപസംഹരിക്കുന്നത്, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ അഴീക്കോടിനെ കുറിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ ഈ രാത്രി 9:30 മണിക്ക് നിങ്ങളോട് ഞാൻ അഴീക്കോടിനെ കുറിച്ച് ദീർഘം സംസാരിക്കുന്നതിലും കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അഴീക്കോടിലേക്ക് പോകാൻ, നേരത്തെ പോയിട്ടുള്ള ആളുകൾക്ക് ഒന്നുകൂടി അത് വായിക്കാൻ, ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിലേക്കൊന്ന് കടന്നു ചെല്ലാനൊക്കെ ഒരു പ്രേരണയാവണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ ആവർത്തിച്ചു എനിക്ക് തത്വമസി ആവർത്തിച്ചു വായിക്കാൻ പലപ്പോഴും പറ്റാറില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ചാപ്റ്ററുകളൊക്കെ എടുത്ത് വായിക്കുക ചെയ്യാം. പക്ഷെ അഴീക്കോടിന്റെ സാഹിത്യ നിരൂപണ ഗ്രന്ഥങ്ങൾ, പ്രഭാഷണങ്ങൾ, പുസ്തകമായിട്ടുള്ളതെല്ലാം ഞാൻ എല്ലായ്പ്പോഴും ആവർത്തിച്ചു വായിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, അത് വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അതിങ്ങനെ മുഴങ്ങി ഞാൻ കേൾക്കും എന്നതാണ് എൻ്റെ സത്യം. ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ അനേകം തവണ നേരിട്ട് കേട്ടിട്ടുള്ളത് കൊണ്ട്, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് അഴീക്കോടിന്റെ ഏത് പുസ്തകം വായിച്ചാലും എനിക്ക് തോന്നുക അത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ മതാതീത സംസ്കാരം എന്ന പേരിൽ സമാഹൃതമായ പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം കൂടി വായിച്ചിട്ട് വേണം ഇത് ഉപസംഹരിക്കാൻ. അതിങ്ങനെ അദ്ദേഹം പറയുന്നു, നമ്മളിപ്പോൾ തർജ്ജമയുടെ വലിയ സെമിനാറുകൾ നടത്തുന്നില്ലേ? ഒരു വിഷയം ആർക്കും കൊള്ളാതായി തീർന്നിരിക്കുന്നു. ഒരു വിഷയം ആർക്കും കൊള്ളാതായി തീർന്നിരിക്കുന്നു എന്നതിന്റെ അവസാനത്തെ വിളംബരമാണ് സെമിനാറിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നത്. സെമിനാർ വിവർത്തനമല്ല സർവോദയം. ഒരു സാധാരണ തർജ്ജമ മാത്രം. യൂറോപ്പിലെ ഒരു മഹാചിന്തകന്റെ ആശയത്തെ സ്വാത്മീകരിച്ച പൗരസ്ത്യ ദേശത്തെ ഒരു മഹാനുഭാവനായ കർമ്മജേതാവിന്റെ ഹൃദയം തുറന്ന് പൂവിടരുന്നത് പോലെ ഉണ്ടായ തർജ്ജമയാണിത്. അൺടു ദിസ് ലാസ്റ്റ് എന്നത് ബൈബിളിലെ ഒരാശയമാണ്. ഐ ഗീവ് അൺടു ദിസ് ലാസ്റ്റ് ആസ് ഐ ഗീവ് അൺടു ദീ. ദൈവത്തോട് പറയുകയാണ്, അല്ലയോ സർവേശ്വര, നിനക്ക് തരുന്നത് പോലെ ഞാൻ ഈ അവസാനത്തവനും കൊടുക്കുന്നു. അവസാനത്തവന് കൊടുക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തവന് കൊടുക്കലല്ല പ്രധാനം. നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവ്വതും ആദ്യത്തവന് കൊടുക്കുകയല്ലേ? ഇതൊരു ലൗകിക രീതിയാണ്. പക്ഷേ പ്രവാചകൻ വരുമ്പോൾ ലൗകിക രീതിയെ തിരിച്ചിടുന്നു. ആദ്യം കൊടുക്കുന്നത് അവസാനത്തവനാണ്. ഇതാണ് ക്രിസ്തു നടത്തിയ മഹാത്ഭുതം. ബൈബിൾ വായിക്കുന്നവർ ഇതു മാത്രം കാണുന്നില്ല. അവസാനത്തവന് കൊടുക്കുന്നതിൽ ഗണിതശാസ്ത്രപരമായ ഒരു യുക്തിയുണ്ട്. അവസാനത്തവന്റെ അടുത്തെത്തണമെങ്കിൽ എല്ലാവരിലും എത്തണം. അതുകൊണ്ട് സർവോദയം അന്ത്യോദയമായി തീരുന്നു. അതാണ് സർവോദയത്തിന്റെ ലോജിക്.
ഗാന്ധിജിയുടെ ലോകവീക്ഷണം ഇതിലടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് താനെ വിടർന്നു വരുന്ന അനേകം ആശയങ്ങളുടെ ഒരു സമാഹാരം അവസാനം വേദാന്തത്തിൽ പറയുന്നത് പോലെ പല പല പൂക്കളായി പല പല ഇതളുകളായി വിടർന്നു വന്ന അവസാനം അതൊരു സഹസ്രാര പത്മമായി വിടരുന്നതിന്റെ അനുഭവമാണ് പ്രഭാഷണങ്ങൾ ഉണ്ടാക്കുക. പുസ്തകവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും അങ്ങനെയാണ്. അസാമാന്യമായ യുക്തിയുടെ, ഭാഷയുടെ, അതിന്റെ പുഷ്പിക്കലിന്റെ, വിടരലിന്റെ, വിസ്തൃതമാവലിന്റെ, ആഴത്തിലേക്ക് പോകലിന്റെ എല്ലാം ദൃഷ്ടാന്തമായി അദ്ദേഹം നിലകൊള്ളുന്നു. കേരളം അദ്ദേഹത്തെ ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും മറന്നു എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഈ സംഘടന മനോജ് സാറിന്റെ ആശയമായിരിക്കാം. എനിക്കത് ആരൊക്കെയാണ് ഇതിൽ ആശയം ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. സാറാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അഴീക്കോടിനെ ഇങ്ങനെ ഓർക്കാൻ കാണിച്ചത് വലിയൊരു സന്മനസ്സാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കെടാതെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യനോടുള്ള സ്നേഹം അവശേഷിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തം കൂടിയാണ്. അതിൽ നിങ്ങളെ അഭിനന്ദിച്ചും എന്നെ ആവർത്തിച്ച് കേൾക്കാൻ കാണിക്കുന്ന സന്മനസ്സിന് മുന്നിൽ വിനീതനായും ഞാനിത് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി സാർ. വളരെ ഉജ്ജ്വലമായി തന്നെ, പ്രത്യേകിച്ച് പറയേണ്ടല്ലോ പ്രബല, ചൊല്ലുന്നതോ ഭക്ത മയസ്വരത്തിൽ ആനന്ദലബ്ധിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞതല്ല. സാറ് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക സുഖമുണ്ട്. വളരെയധികം കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം സാറിന്റെ കാര്യം പറഞ്ഞൊരു അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ചൊരു പരാമർശം, അതായത് ഒരു പ്രമുഖ സാഹിത്യകാരനുമായ തർക്കം ഉണ്ടായി അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് ചെയ്തു എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എം കൃഷ്ണൻ നായരൊക്കെ എഴുതിയിരുന്നു, പ്രൊഫസർ എം കൃഷ്ണൻ നായർ. അതായത് എം ഗോവിന്ദൻ വരെ ഓർമ്മിപ്പിച്ചെന്ന്, എഴുത്താണോ കഴുത്താണോ ഏതാണ് വലുതെന്ന്, എഴുത്തോ നിന്റെ കഴുത്തോ എന്ന് ചോദിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത്. നല്ലത് എന്ന് മാത്രമല്ല, അവസാനം അദ്ദേഹം ഇവരെ ഓർമ്മിക്കുകയാണ്, അതായത് ഒന്ന് നിന്റെ കണ്ണം തടഞ്ഞിടുകിൽ പിന്നെ അതും അത് നിന്നെ ലോകം മറക്കാൻ എന്ന് ഓർക്കണം എന്നുള്ള പറഞ്ഞ ഉപദേശം കൊടുത്താണ് ഇവർ രണ്ട് അമ്പയറിനെ പോലെ അദ്ദേഹം നിന്നത്. അതുപോലെ സാറ് പറയുണ്ടായല്ലേ, ഈ ശകുന്തളയുടെ ഒരു ആശയക്കുഴപ്പം സാറിനുണ്ടായെന്ന് തോന്നുന്നു. അതായത് ഇന്ന് ഈ പ്രണയലേഖനം എങ്ങനെ എഴുതണമെന്ന് ശകുന്തള കൺഫ്യൂഷൻ ഉണ്ടാവില്ല, സാറിന് ഇത് എങ്ങനെ പറയണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് എനിക്കത് കേട്ടാൻ തോന്നി. വളരെ നല്ലൊരു ആവിഷ്കരണമായിരുന്നു. അതുപോലെ മാത്രമല്ല, ഈ അങ്ങേപ്പോലുള്ള ആൾക്കാർ വായിക്കുന്നവര് ശരിക്കും ഒരു സസ്യങ്ങളെ പോലെയാണ്. അത് മനുഷ്യർക്ക് നേരിട്ട് മണ്ണിൽ നിന്ന് തിന്നാൻ പറ്റൂല. അപ്പൊ ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഫുഡ് എഡിബിൾ ആയിട്ട് മാറ്റും. അപ്പൊ അങ്ങേപ്പോലുള്ളവർ ഇത് പറയുമ്പോൾ നമ്മുടെയൊക്കെ തലച്ചോറിലേക്ക് ഒരു ധാരാളം ആശയങ്ങൾ ഇങ്ങനെ എത്തുകയാണ്. മാത്രമല്ല, ഒരു ഫിസിഷ്യൻ എന്ന നിലയ്ക്ക് എപ്പോഴും മനുഷ്യനോട് സംവദിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഹോമിയോപ്പതി ഡോക്ടർ പ്രത്യേകിച്ചും അയാളുടെ മനസ്സ് വലിയൊരു സ്ക്രീൻ, 70 mm സ്ക്രീൻ ആയിരുന്നാൽ മാത്രമേ മിനിമം കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടി തന്നെ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം വെച്ചത്. ഇപ്പൊ നമ്മൾ രമാദേവി ഡോക്ടറിലേക്ക് പോകാം. രമാദേവി ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യ ഡോക്ടറെ. ശ്രീകുമാർ മുഖത്തിലേക്ക് എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഞാൻ ശ്രീകുമാറിന്റെ ഫ്രണ്ട് മോഹനന്റെ നെയ്ബറാ, നോർത്ത് പറൂര്. സാർ അൺമ്യൂട്ട് ചെയ്യണേ. ശ്രീകുമാർ സാർ അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടാണ്. എന്റെ രണ്ടു മൂന്ന് ഡോക്ടർ കത്തൊക്കെ ഞാൻ ഡോക്ടർ ആകാശവാണി ഈ കത്തയക്കോ മറ്റോ ചെയ്തു അല്ലേ? ഓ, അത് എന്നെ കൊണ്ട് സുഭാഷിതമൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട്. പറയിപ്പിച്ചു. ഓണത്തിന്, പിന്നെ അതുപോലെ തന്നെ ചിങ്ങമാസം, അങ്ങനെയുള്ള ഓരോന്നൊക്കെ എന്നെ കൊണ്ട് പരിപാടി ചെയ്യിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതായിട്ടുള്ള ആ വായനയുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുകയാണ് ശ്രീകുമാർ. സത്യം പറഞ്ഞാല് ഞാൻ സാൻസ്ക്രിറ്റ് ആയതുകൊണ്ട് എനിക്ക് മലയാളം നോൺ ഡീറ്റെയിൽഡ് ആണ്. അതുകൊണ്ട് ഞാൻ മലയാളം നോവൽസ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ സാൻസ്ക്രിറ്റ് MA കഴിഞ്ഞിട്ടാണ് ഹോമിയോപ്പതിക്ക് ചേർന്നത്. എനിക്കറിയാം. ഞാൻ ഡോക്ടറുമായിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയും, അതാണ് വീടിന്റെ അടുത്ത് ചെല്ലുമ്പോ ഡോക്ടർ അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഞാൻ എനിക്കറിയാം. മോഹന്റെ വീട്ടിൽ വന്നപ്പോ, സെന്റ് ജോസിന് വന്നപ്പോ ഞാൻ ഇവിടെയായിരുന്നു, അമേരിക്കയിലായിരുന്നു. താങ്ക് യു ശ്രീകുമാർ, വളരെ നല്ല പ്രഭാഷണമായിരുന്നു. വെരി 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 ഗുഡ്. ഈജിപ്തിലെ ഭരണാധികാരി ഈദി അമീൻ പണ്ട് ഉഗാണ്ടയിൽ ചേർന്നു. അതായത്
ബുദ്ധിജീവികൾ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് തലച്ചോറെടുത്ത് സൂക്ഷിച്ചു വെക്കും, അത് ഭക്ഷിച്ച ബുദ്ധി വെക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധി വികസിക്കാണ്ട് ഒരു കുറുക്കോഴി നോക്കാം. എന്തായാലും വളരെ മാതൃ സാറ് പറയുന്ന ഒരു കാര്യം പറയുണ്ടായി, ഈ രോഷാകുലനായ ശിഷ്യൻ, അത് നല്ലൊരു പ്രയോഗമായിരുന്നു. കുറിച്ച് അതെ പറഞ്ഞത് അതെ നല്ല തീർച്ചയായിട്ടും ശരിയാ. വളരെ നന്നായിരുന്നു. ഹരിഹരൻ സാറ് കഴിഞ്ഞ ആഴ്ച കുറച്ച് കാര്യങ്ങൾ പറയൂ, ഇനി ബാക്കി സാറിന് പറയാനുണ്ടാവല്ലോ. ഹരിഹരൻ സാറേ, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ അലങ്കരിക്കുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്, അതിലൊന്നാണ് പിന്നെ എനിക്കറിയാം ഡോക്ടർ. അതെ ഹരിഹരൻ സാറ്. ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് ഒരു എന്താ പറയാ, ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഈ പ്രായത്തിൽ അവർ അതിനോട് കമ്മിറ്റ്മെന്റ്, അതാണ് അതെ അതെ. ഹരിഹർ സാറുണ്ടോ? ശ്രീകുമാർ സാറോട് എന്തെങ്കിലും ആശയങ്ങൾ പങ്കുവയ്ക്കാനോ ഉണ്ടെങ്കിൽ സംസാരിക്കാം തീർച്ചയായിട്ടും. ബിന്ദുര ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? സാർ നമസ്കാരം. ഒന്നാം തരം പ്രഭാഷണമായിരുന്നു, വളരെ നന്നായിരുന്നു. അത് വാക്കുകളൊക്കെ സാർ ഉപയോഗിക്കുന്നത് എത്ര നന്നായിരുന്നു, വളരെ മനോഹരമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ഇപ്പൊ സാറ് ഇത്രയും നന്നായി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രസംഗമൊന്നും സുകുമാർ അഴീക്കോട് സാറിന്റെ കേൾക്കാനായിട്ട് എനിക്കായിട്ടില്ല. പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് വായിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാഷണ ചാരുതയെ പറ്റിയൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒത്തിരി കേൾക്കാൻ, അല്ലാതെ പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള ഒരുപാട് അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ ഒരു ഇതുള്ളത്, അദ്ദേഹം ഉള്ള സമയത്ത് ഉള്ള സാമൂഹികമായ വിഷയങ്ങളിൽ ഇടപെടുന്നതിന്റെ ധൈര്യമൊക്കെ കണ്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശിവഗിരിയിലെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം ഇടപെടുന്നതും അതിനെപ്പറ്റി സംസാരിക്കുന്നതും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ നിത്യചൈതന്യയുമായിട്ട് വളരെയധികം ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ ഒരു സമയം വന്നപ്പോൾ യതിയുമായിട്ടും വളരെയധികം വലിയ വഴക്ക്, ആശയ സംവാദമാണ് ഭയങ്കരമായിട്ടുണ്ടായത് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ കൗതുകമായിരുന്നു. കാരണം യതി മരിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെയായിരിക്കും സുകുമാർ അഴീക്കോട് അതിനെപ്പറ്റി സംസാരിക്കുന്നതെന്നൊക്കെ ഞാനത് സൗഹൃദം ശ്രദ്ധിച്ചു. അപ്പൊ അദ്ദേഹത്തെ പറ്റി വളരെ ഇതായിട്ട് സംസാരിക്കുകയും ചെയ്തു. എത്ര മഹത്തരമായ വ്യക്തിത്വമായിരുന്നു എന്നുള്ള രീതിയിലും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഇതെനിക്ക് എന്തായാലും ഒരു വലിയ ഐ ഓപ്പണിംഗ് സെഷനാണ്. കാരണം പലതും വായിക്കാനുള്ള ഒരു പ്രേരണയായി ഈ ഒരു പ്രഭാഷണം. വളരെ സന്തോഷം സർ. അതെ, വളരെ നന്ദി. ഡോക്ടർ ബിന്ദുരായ് വളരെ വ്യത്യസ്തനായ ഒരു ഡോക്ടറാണ്. കാരണം ധാരാളം യാത്ര ചെയ്യുന്ന, വേദാന്തത്തെ വഴി എവിടെയൊക്കെയോ സഞ്ചരിക്കുന്ന, വ്യത്യസ്തമായ വഴികളിൽ സഞ്ചരിക്കുന്ന, വ്യത്യസ്തമായി ചിന്തിക്കുന്ന IFBHന്റെ മുതൽക്കൂട്ടാണ് ഡോക്ടർ ബിന്ദുരാജ്. രമാദേവി ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? അൺമ്യൂട്ട് ഡോക്ടർ, അൺമ്യൂട്ട്. അല്ല, ഹാൻഡ് റൈസ് ചെയ്ത് പറയാനുണ്ട്. ഇപ്പൊ ബിന്ദുരാജ് പറഞ്ഞപ്പോഴാണ് ഞാൻ മുഖത്തിലോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഈ മെയിൻ വിഷയം മറന്നുപോയി. ഈ സുകുമാർ അഴീക്കോടിനെ പറ്റി എനിക്ക് ഒരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, കൊടുങ്ങല്ലൂര് ഇത് നമ്മുടെ സെമിനാറിന് സുകുമാർ അഴീക്കോടായിരുന്നു ഒരു പ്രഭാഷകൻ. ആ സമയത്ത് അദ്ദേഹം അതിനൊരു എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസത്തിന് മുമ്പാണ് പ്രോസ്റ്റേറ്റിന്റെ എന്തോ കംപ്ലൈന്റ് ഉണ്ടായി. അപ്പൊ അതിന് അലോപ്പതി ഡോക്ടർ, അപ്പൊ ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ അലോപ്പതി മരുന്ന് അധികം കഴിക്കില്ല, ഭയങ്കര പേടിയാണ്. അപ്പോ അലോപ്പതി മരുന്ന് കഴിക്കാൻ ചെന്നു. അപ്പൊ ഡോക്ടർ എന്നിട്ട് പറയാണ്, വളരെ സരസമായിട്ട് ചിരിച്ചോണ്ട് പറയാണ്, ഈ ഇങ്ങനെ എനിക്കൊരു മൂത്രത്തിലൊരിത് വന്നപ്പോ എന്റെ മലദ്വാരത്തിൽ കൈയിട്ടിട്ടാണ് അവര് ഓരോന്നും പരിശോധിച്ചത്. എനിക്ക് പിന്നെ അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചാടി പോന്നാ മതി എന്ന് തോന്നിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോമിയോപ്പതി കഴിച്ചപ്പോൾ നിങ്ങളുടെ ആ മധുരമുള്ള ഗുളിക ഉണ്ടല്ലോ, അത് ഞാൻ ആസ്വദിച്ച് കഴിച്ചു, എന്റെ അസുഖം കുറഞ്ഞു എന്ന് പറയണ്ടായി. അത് പറയാൻ മറന്നുപോയി. ഞാൻ എപ്പോഴും ആലോചിച്ച് ചിരിക്കും. എനിക്ക് മൂത്രത്തിന് എന്തോ ഒരു പ്രശ്നം വന്ന വഴി എന്റെ മനസ്സുകാരി കൈവിട്ടു. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് നോക്കാനായിരുന്നു, റെക്ടൽ എക്സാമിനേഷൻ ആയിരുന്നു. പക്ഷെ അത് വളരെ സരസമായിട്ടാണ്, ഈ ഹോള് മുഴുവൻ ചിരിയോട് ചിരിയായിരുന്നു. ഓക്കെ. ഓക്കെ, എന്തായാലും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആളുണ്ടായെന്നുള്ളത് ഭാഗ്യമാണ്. സാറ് പറയാനുണ്ടല്ലോ ഈ ഈ അരോചക ചികിത്സ സദൃശ രണ്ട് കാര്യങ്ങൾ. അല്ലല്ല, അത് സതൃണാഭ്യവഹാരികളും അരോചകികളും. അരോചകികളല്ലേ? സതൃണാഭ്യം, തൃണം എന്ന് പറഞ്ഞാൽ പുല്ലല്ലേ? സതൃണാഭ്യവഹാരികൾ, അവര് പുല്ല് സഹിതം കഴിക്കും, എന്ത് കിട്ടിയാലും പുല്ല് സഹിതം കഴിക്കും. പക്ഷെ മറ്റവർ അരോചകികളാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ കഴിക്കൂ, ബാക്കിയുള്ളത് രുചിച്ചു നോക്കി ഉപേക്ഷിക്കും.
വളരെ സെലക്റ്റീവ് ആണ് അല്ലേ സാർ? അതാണ്. അങ്ങനെ അല്ലെ, നമ്മളെ മനുഷ്യരിലും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ആൾക്കാർ. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നവരും ചിലരെ മാത്രം സ്വീകരിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ സാറ് ഒരു മാനസികമായ ഒരു സമയത്ത് അവർ പറയുണ്ടായി, ഈ പ്രശംസ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ശരിക്കും അത് വളരെ, കാരണം ഈ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാല് എഴുത്തുകാർ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും. ഒരിക്കൽ മമ്മൂട്ടിയുടെ ഒരാൾ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട്, അങ്ങ് വളരെ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് കേട്ടല്ലോ, എന്താ കാര്യം? അപ്പൊ പുള്ളി പറഞ്ഞതാണ്, ക്യാമറയുടെ മുമ്പിൽ നിൽക്കേണ്ട ഒരാൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിലേ പറയുന്ന കഥാപാത്രത്ത് മാറാൻ പറ്റുള്ളൂ. അല്ല വളരെ ഒരേ സ്വഭാവത്തിൽ പറ്റൂല. അത് പുള്ളി പറഞ്ഞ മറുപടിയാണ്. എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തിയപ്പോ പലരും കണ്ടു കാണും. പക്ഷെ ആ സമയത്ത് വാൽമീകി ഒരു ആദ്യകാലം ഉരുത്തിരിഞ്ഞു വന്നുള്ളത് മനസ്സിന്റെ സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കാം. അൺമ്യൂട്ട് ഡോക്ടർ. നമ്മുടെ കൂട്ടത്തിലൊരു എഴുത്തുകാരനും സംഗീതജ്ഞനും പാട്ടുകാരനൊക്കെ ഡോക്ടർ ഹ്യൂബർട്ട് സിൽവ. ഏതായിരുന്നാലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. വളരെ വളരെ ഹൃദ്യമായിട്ടുള്ളൊരു പ്രഭാഷണമായിരുന്നു. കേൾക്കാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം എന്ന് വെച്ചിരുന്നാല് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് ഏകദേശമൊക്കെ പോയി കഴിഞ്ഞു. വളരെ അപൂർവ വ്യക്തികളെ ഇനിയിപ്പോഴും ഇതുപോലെയൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് കഴിയത്തുള്ളൂ. സാഹിത്യം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളും സാർ ഇത്രയേറെ അഗാധമായിട്ട് ഓരോ കാര്യങ്ങൾ ഓർത്തിരിക്കാനും, അതുപോലെ തന്നെ ഇത് ഇപ്പോഴ് പരാമർശിക്കേണ്ട ഗുരു നിത്യചൈതന്യതിയും പണ്ടൊരിക്കൽ ഞാൻ ഒരു ഗുരു നിത്യചൈതന്യമായിട്ടൊരു ബന്ധപ്പെടാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വളരെ ഗഹനമായിട്ടുള്ള ചില 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ പുള്ളി അങ്ങോട്ട് തിരിഞ്ഞിട്ട് ചോദിച്ചു, ബാത്റൂം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ എന്നെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ ചോദിച്ചിരുന്നപ്പോ പുള്ളി ഇതുപോലെ തന്നെ വളരെ എനിക്കൊരു തട്ട് കിട്ടത്തക്ക രീതിയിൽ പറഞ്ഞു, നല്ല കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് പറഞ്ഞു. പല പൂക്കളുടെ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. അത് ശരിക്കും എന്നെ എല്ലാവരും കൂട്ടത്തിൽ വെച്ച് ശരിക്കും അപമാനിച്ചതായിട്ട് തോന്നി. പക്ഷെ ആ ഒരൊറ്റ ചോദ്യം, ആ പുള്ളി എന്നെ നെഗ്ലക്ട് ചെയ്തത് എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു പാഠമായിട്ട് മാറി. കാരണം എന്ന് വെച്ചാൽ ഇതെന്താ എന്താ എന്താ നമ്മൾ ചോദിക്കുന്നതിൽ ചിന്തിക്കുന്നതിൽ എന്തൊക്കെ. ഇവിടെയാണ് നമുക്ക് സുകുമാർ അഴീക്കോടിനെയൊക്കെ പറ്റി നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവര് സമൂഹത്തില് ഇട്ട വിത്തുകൾ എല്ലാവരും ചിന്തിപ്പിച്ചിരുന്നു. എല്ലാ കാലത്തും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവര് ഒരു വാക്കുകൾ പറഞ്ഞു തന്നാല് സമൂഹം മൊത്തം അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അതുപോലെ തന്നെ EMS ഇതുപോലെ എന്തെങ്കിലും ഒരു വാക്കായിരിക്കും ഇടുന്നത്. സമൂഹത്തിലേക്ക് ഒരു വാക്കിട്ട് അത് ഇട്ടിട്ട് ഒരു ഇളക്കിയിട്ട് പിന്നെ ഇവർ മിണ്ടാതിരിക്കും. ഈ മിണ്ടാതിരിക്കുന്ന സമയത്ത് എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും, എല്ലാവരും അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങും, എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികള് ഇപ്പൊ സാറിന്റെ പ്രഭാഷണത്തിൽ എനിക്കിങ്ങനെ ഉടനീളം ഇങ്ങനെ കാണാനായിട്ട് കഴിഞ്ഞു. പലപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ ഒന്നിനൊന്ന് കോർത്തിണക്കി പോകുന്നത്. അപ്പൊ അതൊരു ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇനിയുള്ള കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകുമോ. ഈ സാർ ഇപ്പൊ പറഞ്ഞത് കുറച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന വ്യക്തികളുടെ എണ്ണവും കുറഞ്ഞു വരുന്നു, ഇല്ലേ? സാറിന് അത് ബോധ്യപ്പെടുന്നു. ഇന്ന് സാറൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആർക്കും കഴിയില്ല. ഞങ്ങള് എന്തായിരുന്നാലും ഞങ്ങളുടെ ഒരു ജനറേഷൻ പണ്ട് ഒരു വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ ആയിരുന്നു. ആ വായിക്കുന്ന ശീലമുള്ള ജനറേഷൻ ആയതുകൊണ്ടാണ് സാറ് സംസാരിക്കുന്നത് മനസ്സിലാവുന്നത്. അല്ലാതെ ഇന്നത്തെ ജനറേഷൻ എനിക്ക് തോന്നുന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വന്നതോടുകൂടി കുട്ടികളുടെ വായനാശീലം പോയി. മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ, അന്ന് മലയാളം മീഡിയത്തിൽ പഠിച്ചിരുന്ന കുട്ടികൾ എന്തെങ്കിലും ഒരു പേപ്പർ ഒരു സമയത്ത് കിട്ടിത്തരുന്നതിന് ഉടനെ എടുത്ത് അതിൽ എന്തെങ്കിലും വായിക്കും. ഒരു കഷ്ണം പേപ്പർ കിടക്കുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾ വേണമെങ്കിൽ ഇന്നത്തെ കുട്ടികളല്ല, ആ വിദ്യാഭ്യാസം വന്നതിന് ശേഷം പ്രാഥമിക വിദ്യാഭ്യാസം ഇംഗ്ലീഷിലോട്ട് വന്നതോടുകൂടി ഈ വായനാശീലം കംപ്ലീറ്റ് ആയിട്ട് പോവുകയും മണിക്കൂർ കണക്കിന് വേണമെങ്കിൽ വായി നോക്കും, പക്ഷെ അടുത്ത് കിടക്കുന്ന ഒരു പേപ്പർ എടുത്ത് തുറന്നു നോക്കത്തില്ല. അതിന്റെ ആ ഒരു വ്യത്യാസം ഏതായിരുന്നാലും ഞങ്ങൾക്കൊക്കെ ഇത് സാറിന്റെ ഇത് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതിന് വളരെ നന്ദി പറയുന്നു. താങ്ക്സ്. ഹ്യൂബർട്ട് ഡോക്ടർ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിന്റെ രീതി മാറി. അതിനകത്ത് ഈ മാർക്കുമായിട്ടാണ് എല്ലാം ബന്ധിക്കാൻ തുടങ്ങിയത്. അതോടെ തന്നെ വായന. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇടയ്ക്ക് വെച്ചൊരു പുസ്തകം ഇപ്പോഴല്ല, കുറെ വർഷം മുമ്പ് കാളിദാസൻ സമ്പൂർണ്ണ കൃതികളൊന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വായിച്ചിട്ടില്ല. സാറ് നല്ല വാങ്ങിച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പൊ പുള്ളി എന്ന് പറഞ്ഞാണ് 400-500 കോപ്പികൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും കൂടുതൽ പോയത് തിരുവനന്തപുരത്ത് തന്നെയാണ്. മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ സാറ് പറഞ്ഞ പോലെ അതിനെ സ്വാംശീകരിക്കാൻ, അതിനെ ഈ പറഞ്ഞക്ക് ഭക്ഷണമായിട്ട് കൺവേർട്ട് ചെയ്യാനും അത് എക്സ്പ്രസ് ചെയ്യാനും ഉള്ള ഒരു കഴിവ് പറയുന്നത് മാത്രമല്ല, ഈ പ്രഭാഷകർക്ക് വായിക്കുന്നതിന് ഓർമ്മ ഉണ്ടാവണം. അത് ഉണ്ടാവണമെന്നില്ല.
അതെ, അപ്പം കഴിഞ്ഞ സാറ് പറഞ്ഞത് ഈ EMSന്റെ ഒരു കാര്യം അത് ഓർമ്മിക്കാൻ ആഗ്രഹം. അതായത് അദ്ദേഹം പറഞ്ഞത് ഒരു ഇതാണല്ലോ, ഈ ഡോക്ടർ ബാബു പോളിന്റെ വേദാർത്ഥ ശബ്ദകാരം ഇതിന്റെ എഴുതിയിട്ട് ഇദ്ദേഹത്തിനോട് കൊടുത്തു, റിവ്യൂ ഒന്ന് വായിച്ചു നോക്കാൻ എഴുതാനുണ്ട്, അവതാരിക കൊണ്ട് കൊടുത്തു. EMS മറിച്ചു നോക്കിയിട്ട് പറഞ്ഞു എത്ര 7 വർഷം 8 വർഷം എത്ര എടുത്തെന്ന് ചോദിച്ചു. പുസ്തകം ഒന്ന് മറിച്ച് നോക്കിയിട്ട് വളരെ പെട്ടെന്ന് ഇത്രയും സമയം എടുത്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ ഒരു പൊട്ടൻഷ്യല് ഇപ്പോൾ ഉള്ളവർക്ക് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചോദിക്കും വേദവ്യാസൻ എത്ര പേരുണ്ടാകുന്ന നമ്മുടെ ചോദ്യം. കാരണം നമുക്ക് എത്തുന്നില്ല. ഒന്ന് ഡോക്ടർ സാമുൽ ഹനുമാൻ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നൊരു 50 വർഷം ഇങ്ങനെ ഇത്രയധികം വർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ആ ചിന്താ മണ്ഡലം ചുരുങ്ങും തോറും ആ ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സൈഡ് സാറുണ്ട്. സാറ് അൺമ്യൂട്ട് ചെയ്യുമ്പോ സാറേ. കേൾക്കാം സാറേ, കേൾക്കാം. കേൾക്കാം സാറേ, കേൾക്കാം സാറേ, പറയൂ. വളരെയധികം ചുമതലയെ പറ്റി വെച്ചിട്ടുണ്ട്. ചുമതലയെ കുറിച്ച് ഒരു വളരെ തോന്നി എനിക്ക് പ്രസംഗത്തിൽ നിന്നും. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സുമാരിക്കോടിന്റെ പ്രസംഗത്തില് സരസമായ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പ്രസംഗിക്കാൻ വരുമ്പോഴേ ആദ്യം ഫ്രണ്ട് ബെഞ്ചിൽ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയക്കാരുടെ മക്കളുണ്ടല്ലോ എന്ന് തോന്നുന്നു. അത് വലിയ പുള്ളിക്കാരൻ പറയാനുള്ളത് എന്റെ കോളേജിൽ വന്നപ്പോഴേ കേട്ടുള്ള ഫ്രണ്ടിൽ ആരോ സംസാരിച്ചപ്പോഴേ പുള്ളി പറഞ്ഞു ഇവിടെ രാഷ്ട്രീയക്കാരുടെ മക്കൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. അതായത് പുള്ളിയുടെ ഭാഷ ശൈലിയായിരുന്നു പുള്ളിയുടെ ശൈലി. അത് പറഞ്ഞതിന്റെ അർത്ഥം ശരിയായ രീതിയിലുള്ള അത് തെറ്റായ വഴി പോകുന്നത് രാഷ്ട്രീയക്കാരുടെ നമ്മൾ ഇത് അർത്ഥം വേറെയാണ്. അത് ഞങ്ങള് കോളേജിൽ പ്രസംഗിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു വാക്കാണ്. കാരണം ആരോ പുറത്തുനിന്നുള്ള കുറെ ആളുകൾ ഫ്രണ്ടിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നേരെയുള്ള ഞാൻ കൂടുതൽ ആദ്യം പോയപ്പോൾ പുള്ളി വല്ലാതെ എനിക്ക് പോകുന്നില്ലായിരുന്നു. രണ്ടാമത്തെ കുറച്ചുകൂടി വൈകിച്ചപ്പോൾ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പല പ്രശ്നങ്ങൾക്കും സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കോളേജിൽ അന്നത്തെ കോളേജിലെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചോദിക്കാൻ പോയിട്ടുണ്ട്. പുള്ളി അതിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. വ്യക്തമായ രീതിയിൽ പലയിടത്തും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി മറക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സമുദായത്തിൽ ജീവിച്ച മനുഷ്യൻ, വലിയ മനുഷ്യൻ, അദ്ദേഹത്തെ പറ്റി എത്ര പറഞ്ഞാലും തീരില്ല. സാറിന്റെ പ്രസംഗത്തില് അദ്ദേഹത്തിന് വരച്ച് കാണിച്ച പോലെ എനിക്ക് തോന്നിയത് അതിന്റെ ഓരോ സംഗതികളും. നന്ദിയുണ്ട്. താങ്ക് യു. ഓക്കെ സാർ. സലികുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു എനിക്ക് 84 സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ കവിതയ്ക്കൊരു അവാർഡ് കിട്ടി. അപ്പൊ അത് ആലുവ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു അതിന്റെ പ്രോഗ്രാം നടന്നത്. അപ്പോൾ ചെമ്മനം ചാക്കോ സാറ്, അഴീക്കോട് സാർ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ അടുത്ത് കാണാൻ പറ്റിയൊരു അവസരം ഇത് നമ്മള് ഇതും കൊണ്ട് പോയിരുന്നു, ഈ ആ ഓട്ടോഗ്രാഫും കൊണ്ട്, അന്നത്തെ ഓട്ടോഗ്രാഫുണ്ട്. അപ്പൊ ഞാൻ തനിക്ക് ഇയാളെന്താ അവിടെ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കവിതയ്ക്ക് പ്രൈസ് കിട്ടിയതിന്റെ പേരിലാണ് വന്നതാണ്, അതിൻ്റെതൊക്കെ. അപ്പോൾ ഞാൻ തനിക്കും തന്റെ കവിതയ്ക്കും ആശംസകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ എഴുതി തന്നു. ഇനി ഇദ്ദേഹത്തെ ചെറുപ്പം മുതലേ ഈ സുകുമാർ അഴീക്കോട് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ഈ പദം ഒരുപാട് ഞാൻ കേട്ടിരുന്നു. കാരണം വെച്ചാല് എന്റെ അച്ഛൻ എപ്പോഴും ഇങ്ങനെ പറയുന്നു. അച്ഛൻ വർക്ക് ചെയ്ത പ്രസ്സില് ഇദ്ദേഹം പ്രൂഫ് റീഡർ ആയിരുന്നു. അച്ഛൻ പ്രസ്സിലെ ഇത് ഈ ഇന്നത്തെ DTPർക്കല്ല അച്ഛനേർത്തന പരിപാടിയല്ല, അച്ഛനേർത്തല് ഇദ്ദേഹം പ്രൂഫ് റീഡർ. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്നു. ആ ഒരു ഇതിൽ അച്ഛനെ ഇപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇയാളെ. അപ്പൊ എറണാകുളത്ത് എപ്പോഴോ വന്നപ്പോഴേക്കും അച്ഛൻ ഇദ്ദേഹത്തെ കാണാൻ ചെന്നൊന്നും അറിയോ, പിന്നെ തന്നെ ഞാൻ മറന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞത് അച്ഛന് ഭയങ്കര രോമാഞ്ചം കൊണ്ടൊക്കെ സംസാരിച്ച. അപ്പൊ അന്നൊന്നും എനിക്കത്തെ ഇതറിയില്ല. പിന്നീട് ഈ സുകുമാർ അഴീക്കോടിനെ കുറിച്ച് പഠിക്കാനുള്ള വന്നപ്പോഴത്തേക്ക് വേണം പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് EMS പ്രസംഗിക്കുന്നു എന്നൊരു ചെറിയൊരു വാക്ക് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടിയിൽ സുകുമാർ അഴീക്കോട് എന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ
വേറെ ഒരു പരസ്യം വേണ്ട, അവിടെ ഒരു 1000 ആൾക്കാരും മിനിമം കൂടിയിരിക്കും. അതെ അതെ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അമ്പലപ്പറമ്പുകളിൽ പോലും അദ്ദേഹത്തെ കൊണ്ടൊന്ന് പ്രസംഗിപ്പിക്കുമായിരുന്നു കലാപരിപാടിക്ക് പകരം. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഫ്ലോ എവിടെ നിന്ന് കിട്ടുന്നു? ഇങ്ങനെ ഒരു ഗ്യാപ്പില്ലാതെ ഒഴുകുക എന്ന് അതെ പറയുന്നത് അതെ. ഒഴുക്കാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് സാറ്, ഞാൻ ഒരു 10 മിനിറ്റ് ഞാൻ കയറിയത് ഈ ഇദ്ദേഹത്തിന്റെ കഥയിൽ എപ്പോഴും ഓർക്കുന്നത് ജി ശങ്കരക്കുറുപ്പ് കരഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ജി ശങ്കരക്കുറുപ്പിനെ മാറ്റൊലി കവി എന്ന് പറഞ്ഞപ്പോ അതിലെനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നില്ല. കാര്യം ഈ ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയിൽ ഒരിക്കലും ഈ സുകുമാർ അഴീക്കോട് കുറ്റപ്പെടുത്തുന്ന പോലെ വല്ലതും അതിൻ്റെ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അത്രയും നിർമ്മല ഹൃദയനായ ജി ശങ്കരക്കുറുപ്പിനെ വേദനിപ്പിച്ചത്. പക്ഷെ അവരുടെ ഇടയിൽ അത് വ്യക്തിപര വിദ്വേഷം ആയിരുന്നില്ല. അതൊക്കെയാണ് അന്നത്തെ ഒരു കാലം. അതാണ്. അതൊന്നുമില്ല സാർ. ഓക്കെ ഡോക്ടർ, എന്തായാലും അങ്ങനെ വളരെ രസകരമായ കാര്യം അക്ഷരം നിരത്തുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു, പഴയ ഒരു ബന്ധത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. അപ്പൊ ഇതിനൊരു കാരണമായി, അതിന് വളരെ സന്തോഷം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ആകാശവാണിയുടെ ബന്ധം എങ്ങനെയാണ് സാർ സുകുമാർ അഴീക്കോടിന്റെ? അല്ല, ആകാശവാണിയിൽ വളരെ വർഷങ്ങളുടെ പ്രഭാഷകനായിരുന്നല്ലോ, വളരെ ദീർഘകാലം പ്രഭാഷകനായിരുന്നു. അതെ. ഈ നമുക്ക് ഈ പ്രഭാത ഫേരി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നപ്പോഴേ ആ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുമ്പോൾ ഒരിക്കല് ആ അതിനൊരു ആളുകളുടെ അഭിപ്രായം എടുക്കലാണല്ലോ. അപ്പോൾ അഭിപ്രായം എടുക്കാനായിട്ട് ചെന്നിട്ട് വിഷയമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഈ സാധാരണ ആളുകളെ കളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചു, ഞാനിപ്പോ ഇതിനെ അനുകൂലിക്കണോ എതിർക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ നമ്പരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, സാധാരണ നിങ്ങളാണല്ലോ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, അനുകൂലിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആളുകൾ അനുകൂലിക്കും, എതിർക്കണമെന്ന് പറഞ്ഞാൽ എതിർക്കും. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അതുകൊണ്ടാ ചോദിച്ചതെന്ന് പറഞ്ഞു അദ്ദേഹം. പക്ഷെ ഗംഭീരമായിട്ട് സംസാരിച്ചു കേട്ടോ. 2 മിനിറ്റ് 3 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇങ്ങനെ അനർഗളമായിട്ടല്ലേ സംസാരിക്കുന്നത്. ഒരു പ്രത്യേക ഭാഷാശൈലി ഉണ്ടായിരുന്നത്. നമുക്ക് ഏത് സ്ഥലത്തും സുകുമാർ അഴീക്കോടിന്റെ ഒരു വാചകം കണ്ടാൽ അത് സുകുമാർ അഴീക്കോടിന്റെ ആണെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ പേര് കൂടെ വേണ്ടാത്ത വിധത്തിൽ അത്രയ്ക്ക് വ്യക്തിത്വമുള്ള ഒരു ശൈലി ഉണ്ടായിരുന്നല്ലോ. അതൊരു എന്താണ്, സ്റ്റൈൽ മേക്കപ്പ് മാൻ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം അങ്ങനെ അത്തരം ഒരു ഭാഷാശൈലി ഉണ്ടായിരുന്ന അപൂർവം പേരിൽ ഒരാളാണ്. ഒരു വലിയൊരു ഗംഗാ പ്രവാഹം പോലെ പ്രവാഹം തന്നെയായിരുന്നു. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഷൈല ഡോക്ടറെ കൺക്ലൂഷന് നന്ദി പറയാം. ഷൈല ഡോക്ടറെ, ഷൈല ഡോക്ടർ ഉണ്ടോ? ആ, അൺമ്യൂട്ട് ഡോക്ടർ. നമസ്കാരം. അപ്പോ ഞാന് പ്രതീക്ഷിച്ചില്ല നന്ദി പറയാൻ വിളിക്കും ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും പെട്ടെന്ന് നന്ദി പറയാൻ വിളിച്ചപ്പോ എനിക്ക് തോന്നിയത് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. അപ്പൊ ഇത്രയും നമ്മളെ അഴീക്കോട് സാറിനെ വരച്ചു കാണിച്ച ശ്രീകുമാർ സാറിനോടാണോ, അതേ അതിന് കാരണഭൂതനായ മനോജ് ഡോക്ടറോടാണോ? എന്തായാലും വളരെ മികച്ച ഒരു അനുസ്മരണം തന്നെയായിരുന്നു പ്രഭാഷണം. എന്താണ്, അഴീക്കോട് സാറിനെ കുറിച്ചുള്ള ആ ഒരു പ്രഭാഷണം വളരെ നന്നായി. അപ്പൊ ഇത്രയും സാർ അതിന് കഷ്ടപ്പെട്ട് നമുക്ക് അത് വരച്ച് കാണിക്കാൻ വേണ്ടി കുറെ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് പഠിച്ചു. നമ്മളെ മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. ഞങ്ങള് അതുപോലെ അഴീക്കോട് സാർ ജീവിച്ചിരിക്കുന്ന പോലെ സാറ് പറഞ്ഞ പോലെ ഞങ്ങളെ ചെവിയിലും ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് സാറ് പറഞ്ഞ രീതിയിൽ തന്നെ. അത്രമാത്രം സാറ് പറഞ്ഞു. വളരെ സന്തോഷം. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു. അതുപോലെ ഇത്രയും നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചു. വളരെ സന്തോഷം. IFTHന്റെ പേരിൽ സാറിന് ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇങ്ങനെയുള്ള ഏതെങ്കിലും വിഷയങ്ങളൊക്കെ ആയിട്ട് സാർ വീണ്ടും ഞങ്ങളെ പ്ലാറ്റ്ഫോമിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ഒരു ഡോക്ടർ കാര്യം ചെയ്യാം, കുന്തി പറഞ്ഞ പോലെ എന്തായാലും നിങ്ങൾ വീതിച്ചെടുത്തോളം പറയും. എല്ലാവരും വീതിച്ചെടുക്കുക. നമ്മുടെ ഈ പറഞ്ഞ പോലെ ആകാശവാണിയുടെ ഒരു മുത്താണ് ശ്രീകുമാർ സാറ്. റേഡിയോ കേട്ട അറിയാം. ചുമട് താങ്ങിയ ഒരു പ്രോഗ്രാം തൊട്ട് പാട്ട് വിചാരം, പാട്ടും പൊരുളും, നോവൽ സഞ്ചാരം, വളരെ ഉജ്ജ്വലമായ അവതരണങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ആകാശവാണിയുടെ നഷ്ടം നമ്മുടെ നേട്ടമായി എന്ന് പറയാൻ പോലെയാണ്. ഹ്യൂബർട്ട് ഡോക്ടർ പറഞ്ഞല്ലോ, ഷേക്സ്പിയർ അല്ല, ഷേക്സ്പിയറിലെ നമ്മുടെ റിച്ചാർഡ് ഹ്യൂസ് ഹാനിമാന്റെ ലൈഫ് ഹിസ്റ്ററി ഒരാൾ പറഞ്ഞിട്ടുണ്ട്, മാൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് ഹെറിഡിറ്റി, അപ്ബ്രിംഗിങ്, ടൈം ആൻഡ് എൻവയൺമെന്റ് എന്ന്.
ഇതെല്ലാം ചേർന്നതാണ്. ഓരോ കാലഘട്ടം ഓരോരുത്തർ സൃഷ്ടിക്കും. ആ കാലഘട്ടം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ശങ്കരാചാര്യർ പറഞ്ഞ പോലെ ഹരതി നിമേഷാത് കാലസർവം, ഒരു നിമിഷം കൊണ്ട് തന്നെ ആൾക്കാരുടെ മനസ്സിനെ മാറ്റിമറിക്കാനുള്ള മാന്ത്രികത്വം കൂടെ കാലത്തിനുണ്ട്. എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട് പ്രോഗ്രാം. നമുക്ക് ഇനിയും സാറിനെ പ്രതീക്ഷിക്കാൻ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. വി ആർ ഡെസ്പറേറ്റ്ലി നീഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വളരെ സന്തോഷത്തോടുകൂടി പരിപാടി അവസാനിപ്പിക്കുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം. എന്റെ ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.